ഞങ്ങൾക്ക് ഒരു പാപിയെയും രക്ഷിക്കാൻ കഴിയുകയില്ലെങ്കിലും ഏത് പാപിയെയും രക്ഷിക്കുവാൻ കഴിവുള്ളൊരു കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു രോഗികളെയും സൗഖ്യമാക്കുവാൻ കഴിവില്ലെങ്കിലും ഏത് രോഗിയെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അന്ധകാരത്തിൻ്റെ കെട്ടുകളെയും അഴിക്കാൻ കഴിവില്ലെങ്കിലും ഏത് പൈശാചിക ശക്തിയുടെ കെട്ടുകളെയും അഴിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച ധരിച്ചവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിന് കരങ്ങളടിച്ച് ശാപങ്ങൾ മാറ്റാൻ കഴിവുള്ള യേശുവിന്, പാപങ്ങൾ മോചിക്കാൻ കഴിവുള്ള യേശുവിന്, രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ കഴിവുള്ള യേശുവിന്, സാത്താന്യ വ്യാപാരങ്ങൾ വിടുവിക്കുവാൻ കഴിവുള്ള യേശുവിന്, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഭവനങ്ങളിൽ കിടക്കുന്ന രോഗികളെ സൗഖ്യമാക്കുവാൻ മനസ്സിലുള്ള കർത്താവിന് കരമടിച്ച് നമുക്കൊരു മഹത്വം കൊടുക്കാം. താങ്കളുടെ മതം എന്തുമായിക്കൊള്ളട്ടെ, താങ്കളുടെ ജാതി എന്തുമായിക്കൊള്ളട്ടെ, താങ്കളുടെ നിറം എന്തുമായിക്കൊള്ളട്ടെ, താങ്കളുടെ സ്ഥാനം എന്തുമായിക്കൊള്ളട്ടെ, താങ്കൾ എവിടെയുമായിക്കൊള്ളട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ സൗഖ്യമാക്കാൻ, നിങ്ങൾക്ക് സമാധാനം നൽകാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ശാപങ്ങൾ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങൾ മാറ്റുവാൻ, നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ വേദനകളൊന്ന് മാറ്റുവാൻ, നിങ്ങൾക്കൊരു ജീവിതം തരുവാൻ യേശു രാത്രിയിൽ വന്നിട്ടുണ്ട്. അവൻ സർവശക്തനായതുകൊണ്ട്, അവൻ സർവജ്ഞാനിയായതുകൊണ്ട്, അവൻ സർവവ്യാപിയായതുകൊണ്ട് നീ ഇരിക്കുന്നിടത്ത് അവൻ വന്നിട്ടുണ്ട്. നീ നിൽക്കുന്നിടത്ത് അവിടെ വന്നിട്ടുണ്ട്. നീ ഇരിക്കുന്ന ആ ഭവനത്തിൽ, നീ കിടക്കുന്ന ആ ഭവനത്തിൽ യേശു വന്നിട്ടുണ്ട്. ഇവൻ എന്തായിരിക്കും പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ പരീക്ഷണത്തോടുകൂടി നിൽക്കുന്ന നിന്നെയും സ്നേഹിച്ച് നിന്നെ അനുഗ്രഹിക്കുവാൻ യേശു വന്നിട്ടുണ്ട്. അനുഗ്രഹീതരായ ദൈവത്തിന്റെ ദാസന്മാർ, പ്രത്യേകിച്ച് സഭയുടെ പാസ്റ്റർ സാം, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ഗായക സംഘം, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഇന്നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുണ്ടിയപ്പള്ളിയിലെ ഞങ്ങളുടെ ഒരു സഭാവിശ്വാസി സൗദി അറേബ്യയിലെ ബുറേദ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അവധി കിട്ടുന്നത്. അപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ കാണാൻ നേരത്തെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടിയെല്ലാം ക്രമീകരിച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. അപ്പോൾ അദ്ദേഹം പുറപ്പെടേണ്ട തലേ ദിവസം ഒരു പ്രാർത്ഥന താൻ താമസിക്കുന്ന ആ റൂമിൽ നടത്തി. അവിടെ അങ്ങനെയുള്ള ക്രിസ്തീയ പ്രാർത്ഥന ആ കാലഘട്ടങ്ങളിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവര് ആ വലിയ കെട്ടിടത്തിന്റെ ഗേറ്റ് എല്ലാം അടച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അതിൻ്റെ ഉൾമുറികളിൽ ഒരു 25ഓളം സഹോദരന്മാർ ഒന്നിച്ചു കൂടി വരുന്ന, ആർക്കും ശല്യം വരുത്താതെ അവർ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ സൗദി CID-മാര് അത് മനസ്സിലാക്കി അവർ ആ കെട്ടിടം വളഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്ത് അവർ വെച്ച ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ അതെല്ലാം എടുത്ത് കയ്യിൽ വിലങ്ങ് വെച്ച് പാട്ടുപുസ്തകവും ബൈബിളും എല്ലാം എടുത്തുകൊണ്ട് ഇവരെ ലോക്കപ്പിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞുമെന്നാണ്, ചാക്കോ എന്ന് വിളിക്കും. അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് തൻ്റെ ഭാര്യയും മക്കളും സഭയുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാനും കാത്തിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു ഫോൺ കോള്, കുഞ്ഞുമോനും തന്നോടൊപ്പം ഉണ്ടായിരുന്ന 25 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, ക്രൈസ്തവ രീതിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ എന്നുള്ള വാർത്തയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ചെന്ന് ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കണം. ആ പ്രതീക്ഷയോടുകൂടി അടുത്ത ദിവസം എൻ്റെ സഭാവിശ്വാസിയെ കാത്തിരുന്ന ഞാൻ ഇപ്പോൾ ഒരു ദുഃഖവാർത്ത കേട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കണം. ഞാൻ എളുപ്പം സഭയിലുള്ള സഹോദരങ്ങളെ വിവരം അറിയിച്ച് ഒരു പ്രാർത്ഥന ആ വീട്ടിൽ ക്രമീകരിച്ചു. ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഈ വിവരം പറഞ്ഞു. അവരെല്ലാവരും ദുഃഖിതരായി. ആ കാലങ്ങളിൽ സൗദി അറേബ്യയിൽ സുവിശേഷം പറയുകയോ ഇങ്ങനെയുള്ള ക്രിസ്തീയ ആരാധന നടത്തുകയോ ചെയ്താൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും ജയിലിൽ പോവുകയും അങ്ങനെ കൊടിയ പീഡകൾ അനുഭവിക്കുന്ന ഒരു കാലമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ വിശ്വാസി വലിയ പീഡകളിലൂടെ കടന്നു പോകുന്നു എന്ന് തോന്നി. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് റിയാദിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ്. പാസ്റ്റർ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ചില ബൈബിൾ ക്ലാസ് ഒന്ന് എടുക്കാമോ എന്ന്. അപ്പോൾ എൻ്റെ സഭാവിശ്വാസി പാസ്റ്ററല്ല, അയാളൊന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ലോക്കപ്പിലായി. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ചെന്ന് ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ക്ഷണം എന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് ഇടയായി. അപ്പോൾ എനിക്കന്ന് അമേരിക്കയിലും കാനഡയിലും ബഹ്റിനിലും കുവൈറ്റിലും ആൾക്കാർ യോഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെങ്ങും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നുമുള്ള സ്ഥലങ്ങളല്ല. ഭയങ്കര സ്വീകരണമാണ് നമുക്കവിടെ കിട്ടുന്നത്. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇപ്പം എന്നോട് ആരോ കർത്താവ് ചോദിക്കുന്ന പോലെ, നീ പ്രസംഗിക്കുന്നതും യാത്ര ചെയ്യുന്നതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധി ഇപ്പോൾ നിന്റെ സ്വഭാവിശ്വാസി കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ആ രാജ്യത്തിൽ നിനക്ക് പോകാൻ കഴിയുമോ? നീ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഉണ്ടാകുന്ന നിന്റെ ഉത്സാഹം ഇതിൽ നീ കാണിക്കുമോ? ഇതെന്നോടുള്ള സ്നേഹം കൊണ്ടാണോ ഈ യാത്രകളൊക്കെ? ഇതിലേത് നീ തിരഞ്ഞെടുക്കും എന്ന് കർത്താവിനോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ തീരുമാനിച്ചു സൗദിയിലേക്ക് പോവുക എന്ന്. ഞാൻ ആ സഹോദരങ്ങൾക്ക് വാക്കുകൊടുത്തു. 2 ജെയിംസുമാരായിരുന്നു അവർ. ഒരു വള്ളംകുളംകാരൻ ജെയിംസും ഒരു എറണാകുളംകാരന് വാരാപ്പുഴക്കാരനായ ഒരു ജെയിംസും. ഇവരെ കണ്ടിരുന്നില്ല മുൻപ്. അങ്ങനെ ഞാൻ റിയാദിലെത്തി. അവിടെ വെച്ചാണ് പാസ്റ്റർ ആംബ്രോസിനെ കാണാനിടെ. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ റിയാദിൽ അനേക മീറ്റിങ്ങുകൾ നടത്താനും അനേകം സ്നാനപ്പെടാനും ദൈവം ഇടയാക്കി. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നേതാവ് ഈ അടുത്ത കാലത്ത് പറഞ്ഞ പോലെ പെന്തക്കോസ്തുകാര് പൈസ മുടക്കിയാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഒരു ക്രിസ്ത്യാനിയും ഞങ്ങളുടെ നാട്ടിൽ പൈസ തന്നിട്ടില്ല. ഭാഗ്യവശാൽ രക്ഷിക്കപ്പെട്ട കാലം മുതൽ എൻ്റെ മാതൃസഭയ്ക്ക് അങ്ങോട്ട് സഹായിക്കാൻ പണം കൊടുക്കാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്തെങ്കിലും കിട്ടും എന്നുദ്ദേശിച്ചുകൊണ്ടല്ല. ജീവൻ പോയാലും യേശുവിനെ സാക്ഷിക്കണം എന്ന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന കാരണം യേശു ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ്, പാപമോചിക്കുന്ന ദൈവമായതുകൊണ്ടാണ്, ശാപമോചിക്കുന്ന ദൈവമായതുകൊണ്ടാണ്, രോഗം സൗഖ്യമാക്കുന്ന ദൈവം ആയതുകൊണ്ടാണ്, അനുഗ്രഹിക്കുന്ന ദൈവമായതുകൊണ്ടാണ്. ജാതി നോക്കാതെ, മതം നോക്കാതെ, കുലം നോക്കാതെ സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ടാണ്. ഏത് ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ കരുത്തുള്ള
കഴിവുള്ള ദൈവമായതുകൊണ്ടാണ്. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൂടെ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു 10-48 വർഷങ്ങൾ എനിക്ക് ഈ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ഇങ്ങനെയുള്ള ഈ മേഖലകളിലെല്ലാം പല സന്ദർഭങ്ങളിലും വന്ന ദൈവവചനം സംസാരിപ്പാൻ ഇടയായി. ഇപ്പോഴും ധാരാളം പേർ, പല ആൾക്കാരും വിളിക്കാറുണ്ടെങ്കിലും ശക്തന്മാരായ ദൈവദാസന്മാർ ആ സ്ഥലത്തേക്കൊക്കെ വരട്ടെ, അവരൊക്കെ പ്രസംഗിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടിൽ ഞങ്ങൾ പലപ്പോഴും ഒഴിയുകയും അതിനു പകരം ചില ആൾക്കാരെ ഈ പ്രദേശത്തേക്കൊക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളവരെയൊക്കെ സ്വീകരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ദയവായിട്ട് ബൈബിളിലേക്കൊന്ന് തിരിയുക. ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഞാൻ ഈ പന്തലിന് കീഴിൽ ഇരിക്കുന്നവരോട് മാത്രമല്ല, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്നവരെ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ആത്മാവിൽ കണ്ടുകൊണ്ട്, എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട്. അപ്പോൾ അവരോടുള്ള ദൈവ സന്ദേശം ഉണ്ടാകും. നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ ഫോർട്ടിക്കോയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ സംസാരിക്കും. ഞാൻ എൻ്റെ വീട്ടിലാരും സുവിശേഷം പറഞ്ഞു വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നോടും സുവിശേഷം പറഞ്ഞു വന്നതായിട്ട് ഓർമ്മയില്ല. യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പേ ഒരു ക്രിസ്ത്യാനി വന്നു. അദ്ദേഹം ഞങ്ങളുടെ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ഉപദേശം കൂടിയായിരുന്നു. ആ ഒരു താല്പര്യം കൊണ്ടായിരിക്കും, സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അദ്ദേഹം മാത്രമാണ് ബൈബിളിനെ കുറിച്ച് പറയാൻ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നതിന് 7-8 മാസങ്ങൾക്ക് മുൻപ്. പക്ഷെ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെ ഞങ്ങൾക്ക് പണിക്ക് വന്നതായിട്ടും കണ്ടില്ല, ആ നാട്ടിലും കണ്ടില്ല. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ടല്ല, എന്നെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഞാൻ ഈ ബൈബിൾ എടുത്തതിന് ശേഷമാണ്. എന്നാൽ അങ്ങനെ സുവിശേഷത്തെ എതിർത്തിട്ട്, കൊച്ചുറ ശാരോൺ ചർച്ചിലെ വിശ്വാസികളെ പരാജയപ്പെടുത്തിയിട്ട് ഞാൻ മടങ്ങിപ്പോകുന്ന വഴിയിൽ എൻ്റെ വീടിനടുത്ത് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹപാഠിയുടെ ഒരു യാക്കോബക്കാരൻ്റെ വീട്ടിൽ, പുതുശ്ശേരി ബിൽഡിങ്ങിൽ നടന്ന ഒരു ബൈബിൾ ക്ലാസ്സിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് അവരെല്ലാം എന്നെ സംശയത്തോടു കൂടി നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പോകുന്ന വഴിയിൽ വെച്ചാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ യേശുവിനെ സ്വീകരിക്കേണ്ടതിന് ഇവിടെ ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ നിന്നാലും കർത്താവ് ജീവിതങ്ങളോട് ഇടപെടും. ഈ രാത്രിയിലും ചില ജീവിതങ്ങളോട് ദൈവം ഇടപെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്നവര്, ബൈബിളുള്ളവര് ബൈബിളുമായിട്ട് ഒന്ന് കരമുയർത്തിയാട്ടെ. ബൈബിളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ അതില് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം, പഴയ നിയമത്തില് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എടുത്താട്ടെ. എല്ലാവരും യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ. അപ്പോൾ അതിൻ്റെ ഓർഡർ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. അതിന് 37 അധ്യായം. അപ്പോൾ അവിടെ ഞാൻ വായിക്കാം, 1-2 ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ആ അധ്യായം മുഴുവൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ വിശദീകരിക്കുന്നുണ്ട്. 37-ന്റെ 1 മുതലുള്ള വചനങ്ങൾ. ഇത് ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുൻപ് ഇറാഖിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ കണ്ട ദർശനം എഴുതിയതാണ്. അത് ഈ 2025 നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ഒരു ബൈബിൾ വിരോധിക്കും നിരീക്ഷകനും നിക്ഷേപിക്കുവാൻ കഴിയാത്ത നിലയിൽ നിറവേറുന്ന കാര്യമാണ്. ഇന്ന് നിറവേറുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് 98 കിലോമീറ്റർ അകലെ ബാബിലോൺ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന ആ സ്ഥലത്ത്
സദാമിന്റെ വല്യപ്പനായിരുന്ന നെബൂഖദ്നേസർ ഇന്നത്തെ ഇറാഖും ഇന്നത്തെ ഇറാനും ഇന്നത്തെ ഈജിപ്തും ഇന്നത്തെ പലസ്തീനും ഇസ്രയേലും ജോർഡാനും അടക്കി ഭരിക്കുന്ന കാലഘട്ടത്തില് 22 വർഷത്തോളം ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് എസെക്കിയേൽ. അദ്ദേഹം അവിടെ വെച്ച് കണ്ട ഒരു ദർശനമാണ് ഈ എസെക്കിയേൽ 37. എസെക്കിയേൽ 36, 37, 38, 39, 40 ഈ അധ്യായങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഇന്നലകളിലും ഇന്നും നാളെയുമായി നിറവേറേണ്ട പ്രവചനങ്ങൾ ആണ്. അപ്പൊ ഞാനിത് വായിക്കാം. എസെക്കിയേൽ 37:1 മുതൽ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത് ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്. പ്രവാചകനെ പരിശുദ്ധാത്മാവ് ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയാണ്. അദ്ദേഹം ജെറുസലേമിലെ ഒരു പുരോഹിതനായിരുന്നു. ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച മനോഹരമായ മൊറിയ കുന്നിൽ തലയുയർത്തി നിന്നിരുന്ന ആലയത്തിൽ ശുശ്രൂഷിച്ച ഒരു മനുഷ്യൻ. എന്നാൽ BC 587 യേശു ഈ ഭൂമിയിൽ വരുന്നതിന് 587 വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിൽ നിന്ന് നെബൂഖദ്നേസർ ചക്രവർത്തി പ്രവാചകനായ യിരെമ്യാവ് പ്രവചിച്ചതുപോലെ സൈന്യസമേതം വരികയാണ്. ജൂദയുടെ രാജാവ് സിദക്കിയാവും ജൂതന്മാരും സത്യദൈവാരാധികളായിരുന്നെങ്കിലും പ്രവൃത്തിയിലൂടെ ദൈവത്തെ വേദനിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, മദ്യപിച്ചു, അനീതിപരമായി പണം സമ്പാദിച്ചു. അധ്വാനിക്കുന്നവന് ന്യായമായ വേതനം കൊടുക്കാതെ, അധ്വാനിക്കുന്നവൻ ന്യായമായി ജോലി ചെയ്യാതെ വേതനം പറ്റി കൈക്കൂലി വാങ്ങിയും കള്ളം പറഞ്ഞു കരിഞ്ചന്ത നടത്തി. അപ്പോൾ തന്നെ ഞങ്ങൾ ദൂതന്മാർ, ഞങ്ങളുടെ ദൈവം സത്യദൈവം, ഞങ്ങളുടെ പള്ളി യെരൂശലേം പള്ളി ഞങ്ങളുടേതാണ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ എല്ലാം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ മതമാണ് ഏറ്റവും വലിയ മതം എന്ന് പറഞ്ഞ് ശനിയാഴ്ച തോറും ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു ഇവർ. പ്രവൃത്തി കൊണ്ട് ദൈവത്തെ വേദനിപ്പിച്ച് നിഷേധിച്ച് ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പീഡിപ്പിച്ച് മറ്റുള്ളവരെ കൊന്ന് ഒരു മതമായിരുന്നു ജൂതന്മാരുടെ മതം. ഇവരുടെ ആരാധനയും ഇവരുടെ അഹങ്കാരവും ഇവരുടെ അനീതിയും ഇങ്ങനെ തുടർന്നാൽ എല്ലാം നിങ്ങൾക്ക് നഷ്ടമാകും എന്ന് യെശയ്യാവിലൂടെ, യിരെമ്യാവിലൂടെ, എന്നിവേറെ മോശയിലൂടെ, അനേക പ്രവാചകന്മാരിലൂടെ അവരുടെ ദൈവം കൂടെ കൂടെ ഇടപെട്ടെങ്കിലും അവരെല്ലാ ശനിയാഴ്ച പള്ളിയിലും പോകും. അതേ അവിടെ നിന്ന് അവർ വേശ്യാലയത്തിലേക്കും പോകും, കള്ള് ഷാപ്പിലേക്കും പോകും, കള്ള് ഷാപ്പിൽ നേരെ പ്രാർത്ഥനയ്ക്കും പോകും. എല്ലാം കൊണ്ട് നടന്നപ്പോൾ
ദൈവത്തിന്റെ കോപം അവർക്കെതിരായി ഇരച്ചു കയറി. 1500 മൈൽ അകലിൽ നിന്ന് സദാമിന്റെ വല്യപ്പനായിരുന്ന നെബൂഖദ്നേസറിന്റെ പടസൈന്യം ജെറുസലേം വളഞ്ഞു. അവരുടെ ദേവാലയം കത്തിച്ചു. 5400 ഉപകരണങ്ങൾ ആ ദേവാലയത്തിനുണ്ടായിരുന്നു. അയാൾ അത് എടുത്തുകൊണ്ടുപോയി അയാളുടെ ദൈവമായ മർദൂക്കിന്റെ നടയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. രാജാവിനെ പിടിച്ചു. രാജകുമാരന്മാരെ ആ പിതാവിന്റെ കണ്ണിന്റെ മുൻപിൽ വെച്ച് വെട്ടിക്കൊന്നിട്ട് സിദെക്കീയാവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അയാളെ അറസ്റ്റ് ചെയ്ത് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. 400-ലധികം വർഷം ഈ ഭൂമിയിൽ ശൗൽ, ദാവീദ്, ശലോമോൻ തുടങ്ങി 20-ലധികം രാജാക്കന്മാർ ഭരിച്ച യൂദയുടെ രാജ്യം അസ്തമിക്കുകയാണ്. മഹാനായ സോളമൻ പണിത ദേവാലയം തകർക്കപ്പെടുകയാണ്. ഇന്ന് ആ ദേവാലയത്തിന്റെ ഒരു മതിൽക്കെട്ട് മാത്രമേ ഉള്ളൂ, വിലാപ മതിൽ. ഞാൻ ആ മതിൽക്കെട്ടിന്റെ അടുക്കൽ പോയിട്ടുണ്ട്. ആ ദേവാലയം ഇന്നവിടെ ഇല്ല. കടകമ്പോളങ്ങൾ തീക്കിരയായി. രാജ്യം ഇറാഖിന്റെ ഭാഗമായി. യിരെമ്യാവിന് സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ട് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. എസെക്കിയേൽ ഇറാഖിലേക്ക് പോയി. അവിടെ അദ്ദേഹം 22 വർഷം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കണ്ടൊരു ദർശനമാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുൻപിൽ വായിച്ചത്. ഒരു വലിയ താഴ്വരയിലേക്ക് പ്രവാചകനെ ദൈവം കൊണ്ടുപോകുകയാണ്. അസ്ഥികൾ നിറഞ്ഞ താഴ്വര. ഇഥിയോപ്യന്റെ കാലത്തൊക്കെ ഉഗാണ്ടയിൽ അങ്ങനെയുള്ള അസ്ഥിയുടെ താഴ്വര ഉണ്ടായിരുന്നു. അതുപോലെ ജർമ്മനിയില് ഹിറ്റ്ലറിന്റെ കാലത്ത് 60 ലക്ഷം ജൂതന്മാരെ അയാൾ കൊല്ലുകയുണ്ടായി. അവരുടെയൊക്കെ അസ്ഥിമാടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഹരിയാനയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഹിന്ദു മുസ്ലിങ്ങൾ ലഹള ഉണ്ടായിരുന്ന കാലത്ത് ആൾക്കാരെ കൊന്നു കുഴിച്ചു മൂടിയ ആൾക്കാരുടെ അസ്ഥിമാടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരു അസ്ഥികളുടെ താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ടുപോകുകയാണ്. ദർശനത്തിലാണ്, പ്രവചനാത്മാവിലാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അദ്ദേഹം അസ്ഥികളുടെ ഇടയിലൂടെ ചുറ്റി ചുറ്റി നടക്കുകയാണ്. ഭയാനകമാണ്. ഉണങ്ങിയ തലയോട്ടികൾ, ഉണങ്ങിയ കാലസ്ഥികൾ, ഈ നെഞ്ചിൻ കൂട് അസ്ഥികൾ, വാരിയെല്ലുകൾ ആയിരക്കണക്കിന് ചിതറിക്കിടക്കുകയാണ്. നമുക്കാണെങ്കിലും അത് ഭയം തോന്നുമില്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു രംഗമുണ്ട്. ഞാൻ തിരുവല്ലയിൽ ഷാരൂൺ പഠിക്കുന്ന കാലത്ത് ഈ അവിടെയുള്ള മർത്തോമ കോളേജിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജിൽ. അപ്പം ഒത്തിരി കാര്യങ്ങൾ, ഈ മനുഷ്യൻ്റെ മൃതശരീരവും അത് കീറി മുറിച്ചിട്ടിരിക്കുന്നതും അതിലെ ഓരോ അവയവങ്ങളും എല്ലാം അവിടെ കാണിക്കാനായിട്ട് മെഡിക്കൽ ആൾക്കാരിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മുറിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മൃതശരീരം കീറി മുറിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇതാണ് കരൾ, ഇതാണ് ഹാർട്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നമുക്കങ്ങ് ആകെപ്പാട് പ്രയാസമായി, എൻ്റെ കൂട്ടുകാരന് പ്രയാസമായി. എളുപ്പം ഞങ്ങൾ അടുത്ത മുറിയിലേക്ക് ചെന്നപ്പോൾ ഒരു ഡിം ലൈറ്റിൽ നോക്കുമ്പോൾ ഒരു അസ്ഥിമാടം നിന്നുകൊണ്ട് ഗിറ്റാർ വായിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ താഴോട്ട് പോകുന്ന കണ്ടു. പേടിച്ചു പോയി പുള്ളിക്കാരൻ. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന പരിപാടികളാണ് അത്. അപ്പോൾ ആയിരക്കണക്കിന് അസ്ഥികളുടെ ഇടയിലൂടെ നടന്നാൽ എന്തായിരിക്കും അവസ്ഥയില്ലേ ഒരു പ്രവാചകന്? അങ്ങനെയുള്ള അസ്ഥികളുടെ ഇടയിലൂടെ നടന്നാൽ ആത്മാവ് വരുമോ? നമുക്ക് ആത്മാക്കളൊക്കെ ഒന്ന് കൈയടിച്ച്, ഒന്ന് സ്വോത്രം പറഞ്ഞ്, ഒന്ന് ഒരുങ്ങി, ഒന്ന് കാത്തിരുന്നാലേ ആത്മാവ് വരൂ. എന്നാൽ അസ്ഥികളുടെ ഇടയിലും വിശുദ്ധന്റെ മേൽ ആത്മാവ് വരും. സ്വോത്രം, 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 സ്വോത്രം. സ്വോത്രം ചെയ്താട്ടെ.
നീ എവിടെയായിരുന്നാലും, ആലയം കത്തിച്ചവന്റെ രാജ്യത്തിലാണെങ്കിലും, മന്ത്രവാദികളുള്ള നാട്ടിലാണെങ്കിലും, അസ്ഥികളുടെ കുമ്പാരങ്ങളുള്ള നാട്ടിലാണെങ്കിലും, നീ ഒരു ദൈവഭക്തനാണെങ്കിൽ, നീ ഒരു വിശുദ്ധനാണെങ്കിൽ, നിനക്ക് ദൈവത്തെ ആരാധിക്കാനായി കഴിയും, ദൈവത്തെ സ്തുതിക്കാനായി കഴിയും. ദൈവാത്മാവ് അവിടെ ഇറങ്ങി വരും, ദൈവിക ദർശനങ്ങൾ കാണുവാനായി കഴിയും. അങ്ങനെയുള്ള ഒരു ആത്മീകമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. അവിടെ അങ്ങനെ ചുറ്റി ചുറ്റി നടന്നപ്പോൾ പ്രവാചകൻ ദൈവശബ്ദം കേട്ടു. ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിലല്ല, സഭായോഗത്തിലല്ല, ദൈവമക്കളുടെ ഇടയിലല്ല, അസ്ഥിക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ദൈവം പറഞ്ഞത് കേട്ട് കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ് അയാൾ നടന്നപ്പോൾ അയാളിൽ പരിശുദ്ധാത്മാവ് വന്നു. ജീവിതം വിശുദ്ധമാണെങ്കിൽ ഏത് കൊടുങ്കാട്ടിലും, ഏത് കടലിലും, ഏത് വനാന്തരത്തിലും, ഏത് അന്ധകാരത്തിന്റെ ശക്തികളുള്ള മേഖലയിലും നീ ആത്മാവിൽ നിറയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എത്ര ആത്മാവുള്ളിടത്തും പിശാചിനാൽ നിറയപ്പെടും. ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആത്മാവിന്റെ ആരാധന നടക്കുന്നിടത്ത് ചിലർ പിശാചിൽ ഇളകുന്നത്? ആത്മാവുള്ളിടത്ത് ചിലർ ഇറങ്ങുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? ഞാൻ ധാരാളമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരമുള്ളിടത്ത് ചിലരിൽ എന്തുണ്ട്? പിശാചുണ്ട്. പിശാചുക്കളുള്ള ചില സ്ഥലത്ത് വിശുദ്ധൻ ചെന്നാൽ അവനിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നീ ഒരു വിശുദ്ധനായ വ്യക്തിയാണോ, നീ ഒരു ദൈവദാസനായ വ്യക്തിയാണോ, ഒരു മന്ത്രവാദിയെ നീ ഭയപ്പെടേണ്ടതില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരന്ധകാരത്തിന്റെ ശക്തിയെ നീ ഭയപ്പെടേണ്ടതില്ല. രാത്രിയിൽ നിനക്കുറങ്ങാൻ കഴിയുന്നില്ല, ശരിയാണ്. നിന്നെ ആരൊക്കെയോ നിന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നുണ്ട്, ശരിയാണ്. നീ ഭയപ്പെടുകയാണ്. അതിന് കാരണം എന്നാണെന്ന് അറിയാമോ? പിശാച് തന്നെയാണ്. പിശാച് തന്നെയാണ് ആ ഉപദ്രവം വരുത്തുന്നത്. നീ പല കാര്യങ്ങൾ ചെയ്തു. നീ കയ്യിൽ പലതും കെട്ടി, നീ അരയിൽ പലതും കെട്ടി, നീ പലതും അവിടെയും ഇവിടെയും കൊണ്ടുപോയി കുടിച്ചിട്ടു, പലരെയും കൊണ്ടുവന്ന് പലതും നീ അഴിച്ചു. പക്ഷെ അതൊന്നും മാറുന്നില്ല. അതിന്റെ കാരണം എന്നാണെന്ന് അറിയാമോ? ഇത് മാറണമെങ്കിൽ ദൈവം നിന്റെ ഭവനത്തിൽ വരണം. ഇത് മാറണമെങ്കിൽ യേശു നിന്റെ ഹൃദയത്തിൽ വരണം. യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ, യേശു നിന്റെ ഭവനത്തിൽ വന്നാൽ അന്ധകാരത്തിന് നിൽക്കുവാനായി കഴിയുകയില്ല. 6000 ഭൂതങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ ഗദരദേശത്ത് ആർക്കും അടക്കുവാൻ കഴിയാതെ അവൻ ചങ്ങലകളെല്ലാം ഉരുമി ഉടച്ചുകൊണ്ട് നടക്കുന്ന വേളയിൽ നസറേയനായ യേശു എന്റെ കർത്താവ് അവിടേക്ക് ചെന്നപ്പോൾ കർത്താവിനെ പോരാട്ടം അടിച്ചില്ല, കർത്താവ് ഭയപ്പെട്ടില്ല, ദൂത് തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞില്ല. പക്ഷെ 6000 ഭൂതങ്ങളും നിലവിളിച്ചുകൊണ്ട് ദൈവകുമാര സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നു എന്ന് 6000 ഭൂതങ്ങൾ അലറുന്നതാണ് നമ്മൾ കണ്ടത്. ആത്മീകമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. നീ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒറ്റയ്ക്ക് നടക്കുമ്പോഴും, നീ മന്ത്രവാദികളുടെ അടുക്കലായിരിക്കുമ്പോൾ, മന്ത്രവാദികളുടെ വീട്ടിൽ താമസിക്കുമ്പോഴും നിന്നിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കത്തക്ക നിലയിൽ കള്ളം പറയാത്തവനായി, വ്യഭിചാരം ചെയ്യാത്തവനായി, ചതിക്കാത്തവനായി, വഞ്ചിക്കാത്തവനായി, പ്രാർത്ഥിക്കുന്നവനായി, ഉപവസിക്കുന്നവനായി, ആരാധിക്കുന്നവനായി, കപടഭക്തി കാണിക്കാത്തവനായി വിശുദ്ധമായി ജീവിച്ചാൽ ഏത് റാക്കിലും, ഏത് സദാമിന്റെ നാട്ടിലും ആലയം കത്തിച്ച്, ഏത് ബാബിലോണിലും ആലയം കത്തിച്ച്, ഏത് മർദൂക്കിന്റെ മേഖലകളിലും ദൈവാത്മാവ് വെളിപ്പെട്ടു വരും. ആ നിലയിലുള്ള ഒരാത്മീകത ഉണ്ടാകണം. അല്ലെങ്കിൽ വന്ന ശുശ്രൂഷകന്മാരുടെ കൃപ അനുസരിച്ച് പിശാച് മാറിപ്പോവും. അവർ പോയി കഴിയുമ്പോൾ അത് പിന്നെ തിരിച്ചു വരും. ഞാനും പാസ്റ്റർ എംപോലോസും കൂടെ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു കടൽ തീരത്ത്, മധുരയുടെ ഭാഗമാണ്, ഒരു 6 മണി ആയതേ ഉള്ളൂ, 6 മണി ആയതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരാൾ ഈ ചക്ക ചുള ആക്കിയിട്ട് വിൽക്കുന്നു. അവിടെ തമിഴ്നാട്ടിൽ അതിനും വലിയ വിലയുണ്ട്. പക്ഷേ
ഇയാളുടെ ഈ പാത്രത്തിലിരിക്കുന്ന ചക്കച്ചുളയാണെന്ന് കാണാനൊക്കെയില്ല, ഇരുണ്ട് കിടക്കുകയാണ്, കാരണം ഈച്ചയാണ്. ഇത് മേടിക്കാൻ വരുമ്പോൾ ഇയാളുടെ കയ്യിലിരിക്കുന്ന പാള കൊണ്ടൊന്ന് വീശും. അപ്പോൾ ഈച്ച പറന്നു പോകും. 5 പൈസയോ 10 പൈസ കൊടുത്തത് ആൾക്കാർ മേടിക്കും. കഴിയുമ്പോഴത്തേക്ക് പാള താഴെ വെക്കുമ്പം അപ്പുറം പോയിരുന്ന ഈച്ച പിന്നെ ഇവിടെ വരും. കാരണം ഇവിടെ ഇരിക്കുന്ന എന്താണ്, ഈച്ചയ്ക്ക് ഇഷ്ടമുള്ള ചക്കച്ചുളയാണ്. ഈ ആളിൻ്റെ കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ആ വീശുമുറത്തിൻ്റെ ശക്തി കൊണ്ട് അന്നേരം ഒന്ന് വിട്ടുപോയാലും ഇല്ലേ. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഉണർവായിരുന്നു, അന്ന് ഭയങ്കര വിടുതലുണ്ടായിരുന്നു. പിറ്റേ ദിവസം അതിനേക്കാൾ ഭയങ്കരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം അടിസ്ഥാനപരമായി ജീവിതം വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാവിന് പ്രവർത്തിക്കാനൊക്കൂ. അല്ലെങ്കിൽ വരുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷ അനുസരിച്ച് താൽക്കാലികമേ അത് മാറുകയുള്ളൂ. നമുക്ക് പൂർണ്ണമായ വിടുതലല്ലേ ആവശ്യം. സ്തോത്രം. അപ്പം മരുമകളും അമ്മായിയമ്മയും തമ്മിൽ പിണങ്ങിയിരുന്നോണ്ട് എത്ര ഉപസിച്ചാലും വന്ന പാസ്റ്ററുടെ കൃപയ്ക്കനുസരിച്ച് ആ തലവേദന അന്നേരം ഒന്ന് മാറുമെന്നല്ലാതെ അയാൾ പോയി കഴിയുമ്പോൾ ആ തലവേദന വരുന്നത് പിശാച് 2-3 എണ്ണത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് വയറുവേദനയും കൂടെ വരുത്തി അവിടെ ഇരിക്കും. എന്നാൽ അമ്മായിയമ്മയും മരുമകളും അങ്ങ് വചനപ്രകാരം ലോകിപ്പെടുകയാണെങ്കിൽ ആരും വരണ്ട, പിശാച് തന്നെ പോയിരിക്കും. ഈ മർമ്മങ്ങളെല്ലാം ബൈബിളിൽ നിന്ന് പഠിക്കണം. സ്വതം ചെയ്താട്ടെ. അത് പിശാചിന്റെ ശക്തിയുടെ കൂടുതലല്ല. അപ്പം അത് ഭയങ്കര ശക്തിയെ ഒന്ന് പിടിച്ചു പ്രാർത്ഥിക്കണം. ഇതെത്ര പിടിച്ച് പ്രാർത്ഥിച്ചാലും പിടിച്ചൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വരും. കാരണം അവന് ഇഷ്ടമുള്ള ചക്കച്ചുളയായത് അത് വന്നിരിക്കും. ഈ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. അതിന് തെളിവാണ് യെശയ്യാ പ്രവാചകൻ. മന്ത്രവാദികൾക്ക് ഗവൺമെന്റിൽ നിന്ന് ശമ്പളം കൊടുത്ത് 100 കണക്കിന് മന്ത്രവാദികളെ നിർത്തിയിരിക്കുന്ന, ഗവൺമെന്റിന്റെ ജോലിക്കാരായി സേവനം ചെയ്യുന്ന ബാബിലോണിലാണ് യെശയ്യാ നിൽക്കുന്നത്. ലോകത്തിലെ എല്ലാ തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിച്ചവരാണ് അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും. തന്നോടുകൂടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഉള്ളതെല്ലാം ഉണങ്ങി ഇങ്ങനെ അസ്ഥിയായി കിടക്കുകയാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവ് വന്നത്. ഒന്ന് സ്വന്തം ചെയ്താട്ടെ. ദൈവാത്മാവ് ഈ രാത്രിയിൽ നിങ്ങളുടെ മധ്യത്തിലേക്ക് വരട്ടെ. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. രോഗികളായി കിടക്കുന്നവരുടെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി വന്നാൽ അവിടെ സൗഖ്യം നടക്കും. ഉറക്കമില്ലാതെ ആയിരിക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ഇന്ന് രാത്രിയിൽ സുഖമായി ഉറങ്ങും. എളുപ്പം ആവശ്യമില്ലാതെ കലഹങ്ങൾ ഉണ്ടായി. പ്രതീക്ഷിക്കാതെ സ്നേഹമായിരുന്നവർ പെട്ടെന്ന് കോപിച്ച് പിന്നെ കലഹങ്ങളായി കഴിയത്തക്ക നിലയിൽ ഭവനങ്ങളുടെ അന്തരീക്ഷങ്ങളെ തകർക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീടുകളിൽ ഈ രാത്രിയിൽ ദൈവാത്മാവ് ഇറങ്ങി വന്നാൽ കോപം മാറുമോടെ സ്നേഹമുണ്ടാകും. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നാട്ടെ. ഭയപ്പെടുത്തുന്ന ഞെട്ടിവിറപ്പിക്കുന്ന ആ പൈശാചിക വ്യാപാരങ്ങൾ മാറണമെങ്കിൽ ദൈവാത്മാവ് ഇറങ്ങി വരണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. കരമടിച്ച് എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സാത്താൻ അടച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ചില ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മദ്യപാനത്തിലും മയക്കുമരുന്നിലും കുടുങ്ങിക്കിടക്കുന്ന ചില ജീവിതങ്ങൾ, മാതാപിതാക്കൾക്ക് തലവേദനയായിരിക്കുന്ന ചില ജീവിതങ്ങൾ, മതത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത, പോലീസിന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത, കോടതിക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത ചില ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആരെയും സൗഖ്യമാക്കാൻ കഴിയില്ലെങ്കിൽ യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അനന്തകാലത്തെയും ഓടിക്കാൻ ഞങ്ങൾ കഴിവില്ലെങ്കിലും യേശു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും സമാധാനം തരാൻ കഴിയുകയില്ലെങ്കിലും യേശു അത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആരെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുകയില്ലെങ്കിലും യേശു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രക്തത്തിന് ഇന്നും ശക്തിയുണ്ട്, ആ നാമത്തിന് ഇന്നും ശക്തിയുണ്ട്, ആ വചനത്തിന് ഇന്നും ശക്തിയുണ്ട്. അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ പ്രവാചകനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഉണങ്ങി ബന്ധം വിട്ട് ചിതറിക്കിടക്കുന്ന ഈ അസ്ഥി കൂമ്പാരം വീണ്ടും ജീവൻ പ്രാപിച്ച് മനുഷ്യരായി തീരുമോ എന്നാണ് ചോദ്യം. ഇതിന് ആത്മീയ അർത്ഥമാണുള്ളത്. പ്രവാചകൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. ദൈവമാണ് ചോദിക്കുന്നത്. ആ ഒരു അർത്ഥം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തെല്ലാം നമ്മളിൽ ഉണ്ടെങ്കിലും ആ ദൈവം നൽകിയതാണ്. ദൈവം ഒരാളെ സൗഖ്യമാക്കിയില്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് കർത്താവിനോട് പറയണം, ഇവിടെ നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ആ ഒരു വിനയമുള്ളിടത്താണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. നമ്മൾ മനുഷ്യരാണെന്നും മറ്റാരേക്കാളും ഒരു വിശേഷതയും നമുക്കില്ലെന്നും ഒരു പനി പോലും മാറ്റാൻ നമുക്ക് കരുത്തില്ലെന്നും എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണെന്നും അത് കർത്താവ് മാത്രം ചെയ്യുന്നതാണെന്നും അതിന്റെ ക്രെഡിറ്റ് ഒന്നും നമ്മൾ എടുക്കരുതെന്നും നാം അറിഞ്ഞിരിക്കണം. ഇവിടെ പറയുകയാണ്, കർത്താവ് നീ അറിയുന്നു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ പ്രവാചകനാണ്, എനിക്കെല്ലാം അറിയാം, എല്ലാം എനിക്ക് വെളിപ്പെടും എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദൈവം അദ്ദേഹത്തോട് വളരെ സിമ്പിളായ ചില കാര്യം പറയുകയാണ്. പക്ഷെ മനുഷ്യ ബുദ്ധിക്ക് യോജിക്കുകയില്ല. ഒന്ന്, അസ്ഥികളോട് പ്രവചിക്കണം, വചനം പറയണം. അതൊരു ഭോഷത്വമല്ലേ? അസ്ഥികളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരോട്, ജീവനുള്ളവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പിന്നെ ആ ചത്ത് ഉണങ്ങിപ്പോയ അസ്ഥികളോട് ചെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങൾ പരിശോധന നടത്താറുണ്ട്. പരിശോധന നടത്തുമ്പോൾ ആൾക്കാരുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഇപ്പോൾ പോകാറുള്ളത്. 8-10 വീടുള്ളിടത്ത് ഞങ്ങൾ പോകും. ഒരു ചെറിയ മൈക്ക് സെറ്റൊക്കെ കാണും. വിളിച്ചു പറയാം, ആരെങ്കിലും കേൾക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതിനല്ല. മുമ്പിലൊന്നും ആരും ഞങ്ങളുടെ മുമ്പിൽ കാണുകയില്ല, പക്ഷെ വിളിച്ചു പറയും. അപ്പൊ ആൾക്കാർക്ക് ഇതെന്തൊരു ഭോഷത്വമാണ്, ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ ഭയങ്കര പ്രസംഗങ്ങളാണ്. ഞങ്ങളോട് കർത്താവ് വചനം പറയാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും അതിനെ ജനങ്ങൾ എന്ത് വിലയിരുത്തിയാലും ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. പ്രവാചകനോട് പറഞ്ഞു പ്രവചിക്കുക. അദ്ദേഹം പ്രവചിച്ചു. പ്രവചിച്ചപ്പോൾ സംഭവിച്ചത്, ഒരു ഭൂകമ്പമുണ്ടായി. എളുപ്പം ഈ അസ്ഥിയോട് യോജിച്ചു എന്ന് പറഞ്ഞാൽ കാൽ ഒരിടത്ത്, കൈ ഒരിടത്ത്, തലയോടൊരിടത്തൊക്കെ ചെതറിക്കിടക്കല്ലേ, അതെല്ലാം യോജിക്കുന്നിടത്ത് വന്ന് അത്ഭുതകരമായി യോജിക്കുകയാണ്. എന്നിട്ട് അവിടെ ത്വക്കുണ്ടാകുന്നു, മാംസം ഉണ്ടാകുന്നു, മനുഷ്യ ശരീരം ഉണ്ടാകും. ദർശനമാണ് കേട്ടോ, അത്ഭുതമായി തോന്നി. പക്ഷേ ജീവനില്ല. അവ ഇപ്പൊ അതുകൊണ്ടെന്താ ഗുണം? അസ്ഥിയുണ്ട്, എല്ലാം യോജിച്ചു, ശരി. മാംസമുണ്ട്, ത്വക്കുണ്ട്, ഞരമ്പുണ്ട്,
പക്ഷെ ജീവനില്ലെങ്കിൽ എന്താ വിശേഷം? അത് പിന്നെയും ചീഞ്ഞ പഴയ അസ്ഥിയാകുകയല്ലേ. ആ പ്രവാചകൻ ദൈവത്തിന് മുഖത്തേക്ക് നോക്കി. ദൈവം അടുത്ത് പറഞ്ഞു, കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. എന്തൊരു ചിന്തയാണെന്ന് നോക്കി. ഞാനൊരു കാര്യം പറയാം. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ കാര്യവും ശരിയാണോ എന്ന് നീ 2 പ്രാവശ്യം ചിന്തിക്കണം. ഐസക് ന്യൂട്ടൺ പറഞ്ഞതും ശരിയാണോ എന്ന് 2 പ്രാവശ്യം ചിന്തിക്കണം. ഡാർവിൻ പറഞ്ഞതും ശരിയാണോ എന്ന് 2 പ്രാവശ്യം ചിന്തിക്കണം. നിങ്ങൾ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അയാളെ മാത്രമല്ല വേറെ ഡോക്ടറെയും കൂടെ കാണും. എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയും. നിങ്ങളൊരു കെട്ടിടം പണിയുമ്പോൾ ഒരു എഞ്ചിനീയറെ കാണാൻ പോയാൽ ഏറ്റവും വലിയൊരു എഞ്ചിനീയർ ആണെങ്കിലും ഒരാളോടും കൂടി ചോദിക്കണം. കാരണം ഇവിടെ എല്ലാം അബദ്ധങ്ങൾ സംഭവിക്കാം. എന്നാൽ നസ്രയനായ യേശു പറഞ്ഞാൽ നീ പിന്നെ ആരോട് ചോദിക്കരുത്, അതിൽ അബദ്ധങ്ങളൊന്നുമില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് നിന്റെ ജ്ഞാനത്തെക്കാൾ വലുതാണ്, അത് നിന്റെ ബുദ്ധിയേക്കാൾ വലുതാണ്. ലോകത്തിൽ ആരെക്കാൾ ജ്ഞാനമാണ്. അവനൊരു കാര്യം പറഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. അതൊരു പക്ഷേ നിന്നെ താഴ്മയിലേക്ക് നയിക്കാനായിരിക്കാം, വിനയത്തിലേക്ക് നയിക്കാനായിരിക്കാം, അസാധ്യമായ ഒരു കാര്യം ചെയ്യാനായിരിക്കാം. അവിടെ നിന്റെ ബുദ്ധി ഉപയോഗിക്കരുത്. നീ കണ്ണടച്ച് വിശ്വസിച്ചു കൊള്ളണം. അപ്പോഴാണ് അത്ഭുതം നടക്കുന്നത്, അപ്പോഴാണ് അതിശയം നടക്കുന്നത്. കാറ്റിനോട് പ്രവചിക്കുക. അദ്ദേഹം പ്രവചിച്ചു. അപ്പോൾ നടക്കുന്നത് 4 മേഖലയിൽ നിന്ന് കാറ്റ് ഇതിലേക്ക് വന്നടിച്ചു. ജീവൻ പ്രാപിച്ച് അത് എഴുന്നേൽക്കുകയാണ്, ഒരു സൈന്യമായി എഴുന്നേൽക്കുകയാണ്. അതാണ് താൻ കാണുന്ന ദർശനം. അതിൻ്റെ ആ രംഗം 37-ന്റെ ഇതെല്ലാം പറഞ്ഞ് നമുക്ക് ഒത്തിരി സമയം പോകുമല്ലോ. അതാണ് 37-ാം അധ്യായത്തിലേക്ക് 9 മുതൽ. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരമല്ല ചെയ്യുന്നു. ശാസ്ത്രമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. സ്വർഗത്തിലെ ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറായാൽ നിന്റെ കണ്ണിനെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിന്റെ കണ്ണിന്റെ മുൻപിൽ നിവർന്നു വരും. സ്തോത്രം. ഇന്ന് മരിച്ചുപോയെന്നും ഇന്ന് ചിതറപ്പെട്ടുവെന്നും ഇന്ന് ഉണങ്ങിപ്പോയെന്നും ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നും ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ നിന്നെ അത്ഭുതപ്പെടുത്തക്ക നിലയിൽ അകന്നുപോയതിനെ അടുപ്പിച്ചും ഉണങ്ങിയതിനെ ജീവിപ്പിച്ചും ഞരമ്പ് പിടിപ്പിച്ചും ത്വക്ക് പിടിപ്പിച്ചും ജീവൻ പിടിപ്പിച്ചും ഒരു സൈന്യമായി നിന്റെ കണ്ണടയുന്നതിന് മുൻപേ നീ ഉപവസിച്ച, നീ പ്രാർത്ഥിച്ച, നിന്നോട് സ്വർഗം പറഞ്ഞ ആലോചനകൾ അതിന്റെ നിവൃത്തി പദത്തിലെത്തുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുമാറുള്ള ചില വിഷയങ്ങൾ ജീവൻ പ്രാപിച്ചു നിന്റെ മുൻപിൽ വരുന്നത് കാണുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി അവൻ രക്ഷിക്കപ്പെടുകയില്ല, ഇനി അവൻ സ്നാനപ്പെടുകയില്ല, ഇനി അവൻ മടങ്ങി വരികയില്ല, ഈ രോഗം ഇനി സൗഖ്യമാകുകയില്ല, ഇനി ഒരു ജോലി ഉണ്ടാകുകയില്ല, ഇനി ഒരു ഭാവി ഉണ്ടാകുകയില്ല, അതുപോലെ അത് ഉണങ്ങിപ്പോയി, അതുപോലെ അത് ചിതറിപ്പോയി, സാത്താൻ അതുപോലെ തകർത്ത് കളഞ്ഞു, ഇനി എനിക്കൊരു ശുശ്രൂഷയില്ല എന്നൊക്കെ നീ ചിന്തിക്കുന്നെങ്കിൽ അതിനപ്പുറമായി സ്വർഗം പറയുന്നത് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, ചുറ്റി ചുറ്റി നടക്കുവാൻ നീ തയ്യാറായാൽ, ദൈവം പറഞ്ഞത് അരുളി ചെയ്യുവാൻ നീ തയ്യാറായാൽ, കാറ്റിനോടെന്ന പോലെ അസ്ഥിയോടെന്ന പോലെ നീ പറയുമ്പോൾ ബുദ്ധിമാന്മാർ നിന്നെ കളിയാക്കി തിരിക്കും, ആൾക്കാർ നിന്നെ നിന്ദിച്ചിരിക്കും. സമയമാകുമ്പോൾ കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും. ഞാന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോഴേ എന്റെ ജ്യേഷ്ഠൻ സുകുമാരന് വലിയ വേദനയായി. ഞങ്ങളുടെ കുടുംബത്തിന്
ഞാൻ വലിയ അപമാനം വരുത്തി, അവർക്കൊക്കെ നാണക്കേട് വരുത്തി, നാട്ടിൽ നടക്കുവാൻ കഴിയാത്ത നിലയിലാക്കി എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ ജ്യേഷ്ഠൻ വെറുത്തു. എൻ്റെ അമ്മ പറഞ്ഞു, മോനെ, നിന്റെ കുഞ്ഞു പെങ്ങളെയെങ്കിലും ഓർത്ത് ഞങ്ങളുടെ മുഖത്ത് നീ കരിവാരി തേകരുത്, അവിടെ ഭാവിയെങ്കിലും ഓർത്ത് നീ നമ്മുടെ മതം വിട്ടു പോകരുത് എന്നെ വളരെ ആത്മാർത്ഥമായ സ്നേഹിക്കുന്ന അമ്മ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ആരുടെ മുഖത്ത് കരിവാരി തേക്കുന്നില്ല, നമ്മുടെയൊക്കെ മുഖത്തുള്ള കരി മാറിയതേ ഉള്ളൂ. പിന്നെ ഞാൻ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഒരു ദോഷവും വരികയില്ല. പക്ഷെ അതൊന്നും എൻ്റെ അമ്മയ്ക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. അപ്പം ഞാൻ സ്നാനപ്പെട്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ പാസ്റ്റർ എനിക്ക് പോൾ എന്ന പേരിട്ടു, പോൾ. അപ്പം എൻ്റെ സഹോദരങ്ങൾ വീട്ടിൽ ഒത്തുകൂടി വിവരം അറിഞ്ഞ് ഞാൻ പോയി സ്നാനപ്പെട്ടു എന്നറിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ചെന്നത്. എൻ്റെ ഈ ജ്യേഷ്ഠൻ സുകുമാരൻ ചോദിച്ചു, എടാ, ക്രിസ്ത്യാനികളെല്ലാം നിന്റെ പേര് മാറ്റി നിന്നെ മോളെ എന്ന് വിളിക്കാൻ തുടങ്ങിയെന്ന് കേട്ടല്ലോ. പോളെന്നുള്ളത് ഇവർക്ക് മോളെന്നാണ് തോന്നിയത്. പോളെന്നുള്ളത് അറിയത്തില്ലല്ലോ സുകുമാർ. നിന്നെ മോളെ എന്ന് വിളിക്കാൻ തുടങ്ങിയല്ലോടാ എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിച്ചു. ഒരു ദിവസം അദ്ദേഹം കോപാകുലനായി. ഇങ്ങനെ കോപാകുലനായി, ഞങ്ങളൊരു പ്രഭാത ഭക്ഷണത്തിന് ഇരുന്നതാണ്. അദ്ദേഹം കോപാകുലനായി, കാലുതുള്ളി, എന്നെ കാണുന്ന ഇഷ്ടമല്ല. അതേ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ബൈബിളിനെതിരായി പറയുന്നു, ക്രിസ്ത്യാനികൾക്കെതിരായി പറയുന്നു, എനിക്കെതിരായി പറയുന്നു, യേശുവിനെതിരായി പറയുന്നു. ആ വൈരാഗ്യത്തിൽ അദ്ദേഹം നടക്കുകയാണ്. ഒത്തിരി അങ്ങ് കൂടിയപ്പോഴ് ഞാൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ചീത്ത പറഞ്ഞു, പക്ഷെ ബൈബിളിനെതിരായി പറയരുത്, യേശുവിനെതിരായി പറയരുത്, അത് ശാപമാണ്, ശിക്ഷയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണോടാ? ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ചീത്തയും കൂടെ പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ യേശുവിന് അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ ഒരു ചീത്തയും കൂടെ പറഞ്ഞു യേശുവിന്. എന്നിട്ട് പറഞ്ഞു, ഒരു ശിക്ഷ ഇങ്ങോട്ട് വരുത്തടാന്ന്. എന്നിട്ട് പുള്ളി ഇങ്ങനെ നടക്കുകയാണ്. പാടി കിട്ടുമെന്ന് എനിക്കും തോന്നി. നടക്കുകയാണ്. എന്നിട്ട് എളുപ്പമൊരു ബോധോദയം ഉണ്ടായതുപോലെ അദ്ദേഹം പറഞ്ഞു, ചെറിയ തലവേദനയും പനിയൊന്നും വന്നാൽ ഞാനത് വിശ്വസിക്കില്ല, അതെല്ലാവർക്കും വരാം. എനിക്ക് തോന്നണം നിന്റെ ദൈവം എന്നെ ശിക്ഷിച്ചാണ്, അത്ര വലിയൊരു ശിക്ഷ വരുത്തിക്കണം, അത് 1 മാസത്തിനകം വരുത്തിക്കണം. ഇതുപോലുള്ള ഉണങ്ങിയ അസ്ഥിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലുള്ള തലയോട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണാൻ വളരെ അസാധ്യമാണ്. പക്ഷേ ഞാൻ നിശബ്ദമായി അതിൻ്റെ ഇടയിലൂടെ ചുറ്റി ചുറ്റി നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു രോഗം വന്നു. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും സുന്ദരനായിരുന്നു അദ്ദേഹം, ഏറ്റവും ബുദ്ധിമാനായിരുന്നു, നല്ല നിറമുള്ള ആളായിരുന്നു സുകുമാരൻ. അദ്ദേഹത്തിന് ചങ്കിനൊരു വേദനയുണ്ടായി, കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ലങ്സ് ഇൻഫെക്റ്റഡായി, പഴുപ്പുണ്ടായി, അതാണ് വേദനയ്ക്ക് കാരണമെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. ഇപ്പം ഞങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ അന്ന് വരെ ഒരു മെഡിക്കൽ കോളേജിൽ രോഗിയായി അഡ്മിറ്റ് ചെയ്യുന്ന ഈ ഏക വ്യക്തിയാണ് ഓർമ്മയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പനിയും തലവേദനയൊന്നും വന്നില്ല. സുന്ദരനായ അദ്ദേഹത്തിന്റെ സൗന്ദര്യം പോയി, കണ്ടടങ്ങൾ കുഴിഞ്ഞു, കവിളുകൾ ഒട്ടി, ഒരസ്ഥിമന്ദിരമായി എസെക്കിയേൽ കണ്ടതുപോലെ. ഭാഗ്യവശാൽ അദ്ദേഹത്തെ മരണത്തിൽ ദൈവം രക്ഷിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അദ്ദേഹം ബെഡ് റെസ്റ്റിലാണ്. ഞാനപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അപ്പോൾ ഞാൻ വലിയ ജോതാവായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ ജ്യേഷ്ഠൻ ആഗ്രഹിക്കുകയല്ലോ, എന്നോടാണല്ലോ പറഞ്ഞു 1 മാസത്തിനുള്ളിൽ, അതെല്ലാം നടന്നല്ലോ.
ഇപ്പം ഞാൻ ചെന്നാൽ ഉടൻ പുള്ളി യേശുവിനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള ഭയങ്കര സന്തോഷത്തോടെ തല ഉയർത്തി പിടിച്ച് ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ കട്ടിലിൽ ഈ നമ്മളിവിടെ വായിച്ചതുപോലെ അസ്ഥിമഞ്ജരമായിട്ട് ഉണങ്ങിക്കിടക്കുന്ന എൻ്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി, ദുഃഖം തോന്നി. ഞാനങ്ങനെ പറയരുതായിരുന്നു, ചിന്തിക്കരുതായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു പോയി. പക്ഷേ എൻ്റെ ജ്യേഷ്ഠനെ എഴുന്നേക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. എങ്കിലും എഴുന്നേക്കാൻ പരിശ്രമിച്ചിട്ട് പറഞ്ഞു, എടാ. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ശബ്ദം ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഈ ഉപദേശിമാരെ എല്ലാം അടിച്ച് ഭാരതത്തിന് പുറത്താക്കാതെ ഭാരതം നന്നാകിയിരുന്നത്. അപ്പം ഞങ്ങളായി ഇന്നൊക്കെ കേൾക്കുന്നൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇതുപോലുള്ള അസ്ഥികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഉണങ്ങിയ അസ്ഥികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ചുരുക്കമായിട്ടങ്ങ് പറയാം, എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ ആ വീട്, അവിടെ താമസിച്ചാൽ നീ ചത്തുപോകുമെന്ന്. ഈ വീട് ശരിയായ രീതിയിലല്ല പണിതിരിക്കുന്നത്, തച്ചുശാസ്ത്രപ്രകാരമല്ല. നിനക്കപ്പോൾ ശനിദശയാണെന്ന് ഒരുത്തൻ പറഞ്ഞത് പുള്ളിയെ വിശ്വസിച്ചു. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ വേറെ എളുപ്പം ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. പുള്ളി കിട്ടുന്ന പൈസയ്ക്ക് തൻ്റെ റോഡ് സൈഡിലുണ്ടായിരുന്ന വീടും നല്ല സ്ഥലവും വിറ്റ് അവിടുന്ന് പോയി. ഉപദേശിമാരെ ഓടിക്കണമെന്ന് പറഞ്ഞ അതേ വീട്ടിൽ നിന്ന് ഒരു 1-2 മാസത്തിനുള്ളിൽ അതേ പോയി കെട്ടുകെട്ടി. ആ വീട് മേടിച്ചത് ആരാണെന്നറിയാമോ? അസമിസക്കോട് സഭ. അവിടെ ഒരു ഉപദേശി കുടുംബം വന്ന് താമസിച്ചു. പിന്നീട് ആ പഴയ വീടൊക്കെ അവർ ഇടിച്ചു പൊളിഞ്ഞ് നല്ലൊരു മനോഹരമായ ഹോളും പാഴ്സലിനും പെടുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പാസ്റ്റർ പി ഡി ജോൺസൺ വന്ന് അത് സമർപ്പിച്ചു. അതാണ് പുറ്റടി അസമിസക്കോട്. ചുറ്റി നടന്നാൽ പ്രയോജനം ഉണ്ടാകുമോ? തീർന്നില്ല. ഈ പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠൻ കരങ്ങൾ കുപ്പിക്കൊണ്ട് മുണ്ടിയപ്പള്ളിയിൽ എൻ്റെ അടുക്കൽ വന്നു സ്നാനപ്പെടാൻ. ഞാൻ അദ്ദേഹത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി. താൻ സ്നാനപ്പെടാൻ വന്നപ്പോൾ തൻ്റെ ഭാര്യ ആത്മഹത്യ എന്ന് പറഞ്ഞു. പക്ഷെ അവരെയും ഞാൻ സ്നാനപ്പെടുത്തി. അവരുടെ 4 മക്കളെയും ഞാൻ സ്നാനപ്പെടുത്തി. എൻ്റെ ജ്യേഷ്ഠനെ ഈ അടുത്ത സമയത്ത് തൻ്റെ മകൻ്റെ അടുക്കൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചതും പുള്ളിക്ക് പറയാൻ ആഗ്രഹിച്ചതും ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ല, എന്നോട് പറഞ്ഞ ഒരു മൈക്ക് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പരസ്യം നടത്താനുള്ള. അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും പരസ്യവും നടത്തും. എൻ്റെ ജ്യേഷ്ഠത്തിൽ ട്രാക്ട് വിതരണം ചെയ്യും. എൻ്റെ ജ്യേഷ്ഠൻ്റെ 4 മക്കളിൽ ഒരാൾ പാസ്റ്ററാണ്. ഏജിയുടെ അടിമാലി സെക്ടറിൻ്റെ പ്രസ്പിക്ടറാണ്. വല്ലതും മനസ്സിലായോ? ചുറ്റി നടന്നാൽ ചിലത് സംഭവിക്കുമെന്ന്. കാറ്റിനോട് പ്രവചിക്കുന്ന പോലെ പ്രവചിച്ചാൽ ചിലത് സംഭവിക്കുമെന്ന്. ഉണങ്ങിയ അസ്ഥികളോട് പറഞ്ഞാൽ അത് നടക്കുമെന്ന്. സ്വന്തം ചെയ്ത ദൈവത്തെ ആരാധിക്കാമോ? ഞങ്ങൾ ഇതൊന്നും വെറുതെ പ്രസംഗിക്കുകയല്ല. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടതാണ്. ചിതറിപ്പോയത് അടുക്കുന്നതും ഉണങ്ങിയതിന് ജീവൻ പ്രാപിക്കുന്നതും അവരെഴുന്നേൽക്കുന്നതും അവരൊരു സൈന്യമായി തീരുന്നതും ഞങ്ങൾ കണ്ടതാണ്. എൻ്റെ ജ്യേഷ്ഠനെ രൂപാന്തരപ്പെടുത്തിയതെയോ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ശക്തനാണ്. എന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞല്ലോ, മോനെ നിന്റെ കൊച്ചു പെങ്ങളെ ഓർത്ത് ഞങ്ങളെ അപമാനിക്കരുത്. എൻ്റെ അമ്മയുടെ ചിന്ത, ഞാൻ ക്രിസ്ത്യാനിയായാൽ എൻ്റെ പെങ്ങളുടെ വിവാഹം നടക്കുകയില്ല എന്നായിരുന്നു. അന്ന് ഈ +2 ഒന്നുമില്ല, പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എൻ്റെ പെങ്ങള്. അവസാനം എൻ്റെ അമ്മയും രക്ഷിക്കപ്പെട്ടു, എൻ്റെ പെങ്ങളും രക്ഷിക്കപ്പെട്ടു. ആ പെങ്ങളെ വിവാഹം കഴിച്ചത് നിങ്ങളുടെ അടുത്ത പെരുങ്കടവിളയിലെ ജോൺ സാറിൻ്റെ മകന് ഇവിടെ പ്രസംഗിച്ച പാസ്റ്റർ BJ ക്രിസ്തുദാസാണ്.
അവർക്ക് 4 മക്കൾ. ആ 4 മക്കൾ, ഒരാൾ ന്യൂസിലൻഡില്, ഒരാള് അമേരിക്കയില്, മറ്റു 2 പേരും ഇവിടെ ഉണ്ട്. ഇവരുടെ 4 പേരുടെയും വിവാഹത്തിൽ പ്രസംഗിക്കുകയോ വിവാഹ ശുശ്രൂഷ ചെയ്യുവാനോ എനിക്ക് അവസരം ലഭിച്ചു. മനസ്സിലായോ? ചുറ്റി ചുറ്റി നടന്നാൽ അതിലൊരു അനുഗ്രഹമുണ്ട്. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പോഴത്തെ അവസ്ഥകൾ കണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. അത് താഴ്വരയായിക്കൊള്ളട്ടെ, അത് ഉണങ്ങിയ അസ്ഥിമാടങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിക്കൊള്ളട്ടെ, ആരുമില്ലാത്തൊരു സ്ഥലത്തേക്കാണോ എന്നെ കൗൺസിൽ അയച്ചെന്ന് നീ പറയണ്ട. ഇവിടെ ആരും പ്രാർത്ഥിക്കാനില്ല, ഇവിടെ ആരും ആരാധിക്കാനില്ല. ഒരു പ്രവാചകനായി എന്നെ ഇവിടേക്കാണോ അയച്ചെന്ന് നീ ഭാരപ്പെടേണ്ട. അവിടെ സ്വോത്രകാഴ്ച തരാൻ ആരുമില്ല, ആരാധിക്കാൻ ആരുമില്ല, കൈയടിക്കാൻ ആരുമില്ല. നിന്നെ ഭയപ്പെടുത്താൻ തലയോട്ടികളുണ്ട്, നിന്നെ നിരാശപ്പെടുത്താൻ ഉണങ്ങിയ അസ്ഥികളുണ്ട്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ നീ ചുറ്റി ചുറ്റി നടന്നുകൊള്ളുക, പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നുകൊള്ളുക, ഉപവസിച്ചുകൊണ്ട് നടന്നുകൊള്ളുക. ഒരു ഭോഷനെ പോലെ ദൈവവചനം പറഞ്ഞുകൊണ്ട്, നിന്നെ ചീത്ത പറയുമ്പോഴും നിന്നെ എതിർക്കുമ്പോഴും ദൈവവചനം പറഞ്ഞുകൊണ്ട്, ഗ്രാമങ്ങൾക്ക് ചുറ്റും, ഭവനങ്ങൾക്ക് ചുറ്റും, വ്യക്തികൾക്ക് ചുറ്റും നീ നടന്നുകൊള്ളുക. ഇന്നല്ലെങ്കിൽ നാളെ എസെക്കേലിന്റെ ദൈവം നിന്റെ കണ്ണടയുന്നതിന് മുൻപേ ചില ജീവന്റെ തുടിപ്പുകൾ, ചില അത്ഭുതങ്ങൾ, ചില അതിശയങ്ങൾ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സാക്ഷിക്കുന്നത് പോലെ നിനക്ക് സാക്ഷിക്കുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുക തന്നെ ചെയ്യും. അവരൊരു സൈന്യം ആയിത്തീർന്നു. ഈ വചനത്തിന് ഒരു അക്ഷരീക അർത്ഥമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 2600 വർഷങ്ങൾക്ക് മുൻപ് ഇറാഖിൽ വെച്ച് എസെക്കേൽ കണ്ട ഈ ദർശനം 2025 ആർക്കും നിഷേധിക്കാൻ കഴിയാതെ നിറവേറിയിരിക്കുന്നു. അത് ഞാൻ ഈ പറഞ്ഞ ഈ സുമാറിന്റെ കാര്യം ആത്മീയ കാര്യമല്ല, അതിൻ്റെ അക്ഷരീകമായി ഒരർത്ഥമുണ്ട്. അക്ഷരീക അർത്ഥം അതിൻ്റെ ശരി, ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെയും കൂടെ ഓർത്തിരിക്കണം. ആത്മീയമല്ല, അതിനകത്തൊരു അക്ഷരീക അർത്ഥം ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അർത്ഥം കൂടെ വായിക്കാം. എസെക്കേൽ 37:11 മുതൽ ഉള്ള വചനങ്ങളാണ്. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകും. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയും. കണ്ടോ? ഇപ്പോൾ ഈ അസ്ഥികൾ ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. ഇത് വ്യാഖ്യാനിക്കുക ശരിയല്ലേ? 400 വർഷം ഇസ്രായേൽ ദേശത്ത് രാജാവുള്ള ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിന്നവരാണ്. അവിടെ കടകമ്പോളങ്ങളും വീടുകളും തോട്ടങ്ങളുമായി ജീവിച്ചവരാണ്. അവർക്കവിടെ യെരൂശലേം പള്ളി ഉണ്ടായിരുന്നു. ഒരു മതസമൂഹമായി അവർ വളർന്നവരാണ്. അവർക്കൊരു സത്വം ഉണ്ടായിരുന്നു. പക്ഷെ ഇറാഖ് അതെല്ലാം നശിപ്പിച്ചു. അവരുടെ പള്ളി കത്തിച്ചു, അവരുടെ രാജ്യം പിടിച്ചെടുത്തു, അവരുടെ രാജാവിനെ കൊന്നു, അവരെ ലോകമെമ്പാടും ചുരുങ്ങി. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ ഉണങ്ങിയ അസ്ഥികളെ പോലെ ഇറാഖിൽ വന്നിരിക്കുകയാണ്. അവരുടെ മധ്യത്തിലാണ് പ്രവാചകൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഉണങ്ങിയ അസ്ഥികൾ ഇസ്രായേലിയരാണ് എന്ന് പറയുമ്പോൾ അതിന് വ്യാഖ്യാനം വേണ്ട. അതിന് ശരിയായ ഒരു ചിത്രമാണ് 2600 വർഷങ്ങൾക്ക് മുൻപ്. എന്നിട്ട് ഇനി അതിൻ്റെ പ്രവചനം കേൾക്കുക. വാക്യം 12 മുതൽ. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവരോട് പറയുകയാണ്,
ഞാൻ ഇസ്രായേൽ ദേശത്ത് നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇവിടെ എസെക്കിയേൽ പറയുകയാണ്, ദൈവം എസെക്കിയേലിനോട് പറയുകയാണ്, നിങ്ങൾക്ക് രാജ്യം പോയി രാജ്യം മടക്കി കിട്ടും. നിങ്ങളെ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ സ്വന്തം ദേശത്ത് നിങ്ങൾ പാർക്കും. ഇതാണ് പ്രവചനം. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 പ്രാവശ്യം ഇസ്രായേലിന് ചിതറലുണ്ടായി. വിശദീകരിച്ച് പറയാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. ഒന്ന് BC 722 അശൂർ സാമ്രാജ്യം അവർ ചിതറിച്ചു. നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയും കൂടെ അടുത്ത് വെക്കണം, എങ്കിലേ ഇത് ശരിക്ക് മനസ്സിലാക്കാൻ ഒക്കും. BC 722 അശൂർ സാമ്രാജ്യം ഇവരെ ചിതറിച്ചു. അതിൽ ചില ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ വന്നു. മണിപ്പൂരിലുള്ളവര് ചിലർ ഈ അടുത്ത സമയത്ത് കൊല്ലപ്പെട്ടു, ചിലരൊക്കെ തിരിച്ചുപോയി. കുറെ പേര് ഇപ്പോഴും മണിപ്പൂരുണ്ട്. ലോകമെമ്പാടും അവർ ചിതറപ്പെട്ടു. BC 587 നെബൂഖദ്നേസറിന്റെ കാലത്ത് നമ്മൾ വായിച്ച ഈ പ്രവചനം പോലെ അവരുടെ രാജ്യം ശേഷിച്ച യഹൂദ രാഷ്ട്രവും അസ്തമിച്ചു. പിന്നെ അവർക്ക് രാജ്യം കിട്ടിയിട്ടില്ല 1948 വരെ. എന്നാൽ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസിന്റെ കാലത്ത് അവർക്ക് പേർഷ്യക്കാരുടെ അടിമകളായി യെരുശലേമിൽ വരാൻ അവസരമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ദേവാലയവും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് യേശു കർത്താവ് അവിടെ ജനിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ AD 70 തീത്തോസിന്റെ നേതൃത്വത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയായിരുന്ന കാലത്ത് അവർ ചിതറപ്പെട്ടു. അങ്ങനെ ചിതറപ്പെട്ടവർ നമ്മുടെ കേരളത്തിലെ കൊച്ചി കൊടുങ്ങല്ലൂർ മേഖലയിൽ വരെ എത്തുവാൻ ഇടയായി. അങ്ങനെ ഏകദേശം 2600 വർഷങ്ങൾ ജൂതന്മാർ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ന്യൂസിലൻഡിലും ജർമ്മനിയിലും യൂറോപ്പിലും എല്ലാം ചിതറപ്പെട്ടു പോയി. അവരൊരു സമൂഹമേ ആയിരുന്നില്ല. ഒരു ചെറിയ സമൂഹം പല സ്ഥലങ്ങളിൽ ചിതറപ്പെട്ടു പോയി. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ അസ്ഥികളുടെ ബന്ധം വിട്ടതുപോലെ ചിതറിപ്പോയി. കുറെ പേര് കേരളത്തിലും, കുറെ പേര് ഡൽഹിയിലും, കുറെ പേര് റഷ്യയിലും, ഇങ്ങനെ മൊത്തം ചിതറപ്പെട്ടു പോയി. അവർ മടങ്ങി വരുമെന്നും അവർക്ക് രാജ്യമുണ്ടാകുമെന്നാണ് പ്രവചനം. വിശ്വസിക്കാൻ ഒക്കുവോ? ഈ 2600 വർഷങ്ങളായി ലോകം മുഴുവൻ ചിതറപ്പെട്ട ഒരു ജനസമൂഹം അവർ ചെന്ന രാജ്യത്തിൽ അവരുടെ ഭാഷയോടും മതത്തോടും ലയിച്ചു ചേരുകയല്ലേ ഉള്ളൂ. ഒരു മലയാളി മദ്രാസിൽ താമസമുറപ്പിച്ചാൽ അയാൾ മരിക്കുന്നത് വരെ മലയാളമായി ബന്ധം അയാളുടെ മക്കളുടെ കാലത്തും ഒരുപക്ഷെ ഉണ്ടാകും. കൊച്ചുമക്കളുടെ കാലം വരുമ്പോൾ ഒരു 500 വർഷം കഴിയുമ്പോൾ മലയാളത്തിന്റെ എന്തെങ്കിലും തനിമ അദ്ദേഹത്തിന് ഉണ്ടാകുമോ? ഇല്ല. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ വല്യപ്പന്മാരും മരിച്ചുപോയി. പിന്നെ ആ കൊച്ചുമക്കൾ 5ാം തലമുറ മദ്രാസുമായിട്ട് ഇഴച്ചു വന്നിരിക്കും. 2600 വർഷം ഒരു സമൂഹം കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ റഷ്യയിൽ അമേരിക്കയിൽ താമസിച്ചാൽ അവിടെ ലയിച്ചു ചേരുകയുള്ളൂ. പിന്നെ അവർ മടങ്ങി വരുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, ഇവർ മടങ്ങി വരും, ആ ദേശത്ത് വരും. അതാണ് അസ്ഥി ജീവിക്കുമോ എന്ന് ചോദിച്ചത്. മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, BC 587 മുതൽ
1948 വരെയുള്ള 2000 വർഷം ഈ പലസ്തീൻ നാട് വെറുതെ കിടക്കുകയായിരുന്നില്ല. ഇവർ പോയപ്പോൾ ഇവരിനി ഇവരുടെ മക്കൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും വെട്ടിത്തിരിച്ചിട്ടില്ല. ഓരോ രാജ്യക്കാർ ഭരിക്കുകയായിരുന്നു. ഞാൻ എളുപ്പമൊന്ന് ചരിത്രത്തിൽ നിന്ന് എളുപ്പമൊന്ന് പറയാം. യഹൂദയുടെ നാട്ടിൽ 70 വർഷം ബാബിലോണിയർ ഭരിച്ചു. അവിടെ നിന്നും ബാബിലോണിയരാണ്. 208 വർഷം ഇറാൻ പേർഷ്യക്കാർ ഭരിച്ചു. അപ്പോൾ ഈ പലസ്തീനിൽ ഇറാന്റെ കീഴിലാണ്. അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും എടുക്കും. 180 വർഷം ഗ്രീസുകാർ ഭരിച്ചു. അപ്പോൾ ഗ്രീസുകാരുടെ കയ്യിലായി ഇസ്രായേൽ ദേശം. 600 വർഷം റോമക്കാർ ഭരിച്ചു. അപ്പോൾ റോമൻ മതവും റോമൻ സംസ്കാരവും അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഓട്ടോമൻ തുർക്കികളും ഈജിപ്തുകാരും അവിടെ ഭരിച്ചു. 1914 ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ ക്രൈസ്തവ സംസ്കാരം കൊണ്ട് അവിടെ നിറയപ്പെട്ടു. അങ്ങനെ അവിടെ ആൾക്കാർ ജനിച്ചു വളർന്ന് ജീവിക്കുകയാണ്. ആ സ്ഥലം കിട്ടുമോ? 1 ഏക്കർ വല്ലതുമാണ്, ഒരു രാജ്യം കിട്ടുമോ? പക്ഷേ ആരെയും അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ എന്ന പേരിൽ ഒരു രാജ്യം ഇസ്രയേൽ ദേശത്തുണ്ടാക്കി. ആ രാജ്യം ഇന്ത്യയെ ഇന്ന് സഹായിക്കുന്നു. സ്വത്രം. ആ രാജ്യക്കാരുണ്ടാക്കിയ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നത്. ഏതാ? ഈ ഉണങ്ങിയ അസ്ഥികൾ ഉണ്ടാക്കിയ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വഴി തെറ്റാതെ ഞാൻ ഇവിടെ വന്നു നിന്നത്. ഇന്ത്യയെ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. സ്വർഗം പറഞ്ഞാൽ എത്ര 1000 വർഷങ്ങൾ ആരുടെയൊക്കെ കയ്യിലാണെങ്കിലും ആരെല്ലാം എതിർത്താലും ദൈവം പറഞ്ഞ് തന്നെ നിറവേറും. ഇസ്രായേൽ ചിതറിപ്പോയി ഇസ്രായേൽ മക്കളെ അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുവരുമെന്ന് 2600 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതും ബൈബിളിൽ എഴുതി വെച്ചതുമായിട്ടുള്ള പ്രവചനം ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിറവേറിയില്ലേ? കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. കരമടിച്ച് ഇതിനെ ആർക്ക് ഗണിക്കുവാൻ കഴിയും? ഇന്ന് നിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയതും ശത്രു പിടിച്ചു വെച്ചതും അവൻ കൊടിനാട്ടിയതും അവൻ അവകാശം പറഞ്ഞതും ദൈവിക വാഗ്ദത്തം നിന്നോടുള്ളത് കൊണ്ട്, ദൈവിക ആലോചന നിന്നോടുള്ളത് കൊണ്ട്, നിന്റെ കുഴപ്പം കൊണ്ടാണ് നീ ചെതറിപ്പോയതെങ്കിലും, നിന്റെ കുഴപ്പം കൊണ്ടാണ് നീ ഉണങ്ങിപ്പോയതെങ്കിലും, നിന്റെ കുഴപ്പം കൊണ്ടാണ് ബന്ധങ്ങൾ വിട്ടുപോയതെങ്കിലും, ദൈവിക വാഗ്ദത്തം നിന്റെ തലമുറയോടുള്ളത് കൊണ്ട് സമയമാകുമ്പോൾ അത് മടങ്ങി വന്നിരിക്കും. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. അത് സ്വർഗം പറഞ്ഞതായതുകൊണ്ട് അത് മടങ്ങി വന്നിരിക്കും. അത് സ്വർഗം പറഞ്ഞതായതുകൊണ്ട് ആ നഷ്ടപ്പെട്ട് നിന്റെ കയ്യിലെത്തിയിരിക്കും. നീ അവിടെ തന്നെ എത്തിയിരിക്കും. പേർഷ്യക്കാർ പറയട്ടെ തരികയില്ലെന്ന്, ഗ്രീസുകാർ പറയട്ടെ തരികയില്ലെന്ന്, റോമാക്കാർ പറയട്ടെ തരികയില്ലെന്ന്, ഓട്ടോമൻ തുർക്കികൾ പറയട്ടെ തരികയില്ലെന്ന്. പക്ഷെ സർവശക്തൻ പറയുന്നു, ഞാൻ നിന്റെ കയ്യിൽ തരും, നിന്റെ കൊച്ചുമക്കളുടെ കയ്യിൽ തരും. നീ അവിടെ പാർക്കുമെന്ന് ദൈവം പറയുന്നു. കരമടിച്ച് Hallelujah. 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 മനുഷ്യൻ പറഞ്ഞത് നിറവേറാതിരിക്കാം, ദൈവം പറഞ്ഞത് നിറവേറും. സ്തോത്രം, 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 സ്തോത്രം. അതിൽ അവിടെ ഇവർ ജീവിക്കുക മാത്രമല്ല, ഒരു സൈന്യമായി തീരുമെന്നാണ് പ്രവചനം. ചിതറിപ്പോയ ഉണങ്ങിപ്പോയ ഇസ്രായേൽ അവരുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് മാത്രമല്ല,
അവരൊരു സൈന്യമായി തീരുമെന്ന് 2600 വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ എഴുതി വെച്ചതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചത്. ഈ പ്രവചനത്തെ ഖണ്ഡിക്കാൻ കരുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 1 കോടി രൂപ ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ്. ഇന്നാരുമില്ലെങ്കിൽ നാളെ വീട്ടിൽ വന്നാലും മതി, പൈസ തരാം. നാളെ കഴിഞ്ഞ് വന്നാലും മതി, 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി. അവിടെ വരെ വരുന്നതിനുള്ള ടാക്സി കാശ് ഞാൻ തന്നോളാം. 1 കോടി രൂപയും തരാം. ഈ വചനം തെറ്റാണെന്ന് തെളിയിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ പോകുകയല്ല, ഒരുത്തിനും വരികയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെ ആരൊക്കെ കണിക്കാൻ പോകും ഇന്ന് വ്യാഖ്യാനിക്കണ്ടല്ലോ, അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയല്ലേ. ഇസ്രായേലിനെ ഒരു സൈന്യമാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അത് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. ഇസ്രായേലിന് നേരെ ഉണ്ടായ യുദ്ധങ്ങൾ ഇന്ത്യക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് കാണുകയില്ലായിരുന്നു ഭൂമിയിൽ. അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്ക ഇന്ന് കാണുകയില്ലായിരുന്നു. നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി ഒന്ന് നോക്കണം. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നോക്കിയവരൊന്നും ചെറിയവരല്ല. റോമൻ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പേർഷ്യ സാമ്രാജ്യം, ഈജിപ്റ്റ്, അറബ് ലീഗ് തുടങ്ങിയ ആൾക്കാരാണ്. ഇസ്രായേൽ ദേശത്ത് ഞാൻ പോയിട്ടുണ്ട്. അതൊരു വലിയ രാജ്യമല്ല. ഈ കേരളത്തിന്റെ പകുതി പോലുമില്ല. പകുതിയിൽ ഒരല്പം കൂടെ കാണും വിസ്മൃതി. കേരളത്തിലെ അത്രയും ജനസംഖ്യയില്ല. അവർക്കെതിരായി 100-ലധികം രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടെ ഇന്ന് ഭൂമിയിലുണ്ട്. പരസ്യമായി ഇന്ത്യ ഇന്നത്തെ ഭരണകൂടം ഇസ്രായേലുമായി അടുത്ത് നിൽക്കുന്നെങ്കിലും ശരിയായ നിലയിൽ ഇന്ത്യ പലസ്തീനുകളോടൊപ്പമാണ്. അപ്പൊ ഇതിൻ്റെ ശരിയോ തെറ്റോ ഒന്നുമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പലസ്തീന് ശരിയാണോ, ഇസ്രായേൽ ശരിയാണോ, അവർ ചെയ്യുന്നത് ശരിയാണോ, ഹമാസ് ചെയ്യുന്നത് ശരിയാണോ, ഇതൊന്നുമല്ല ഞാൻ പറയാം. ഇതെൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിറവേറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലർക്ക് ശരിയായിരിക്കും, ചിലർക്ക് തെറ്റായിരിക്കും. പക്ഷെ ബൈബിൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പൊ ഈ കേരളത്തിന്റെ അതിൽ പകുതിയത്തിൽ അത്രയും ജനസംഖ്യയില്ല അവർക്ക്. കേരളത്തിലെ 6 ജില്ലകൾ കൂടുന്ന അത്രയേ ഉള്ളൂ ഇസ്രായേല്. ഒരു മിസൈലിനൊന്നും കയറി ഇറങ്ങാനുള്ള സ്ഥലമില്ല ഇസ്രായേലിന്. 2000 മൈൽ അകലെന്ന് ഹൂതികൾ മിസൈൽ അയക്കുകയാണ് ടെല്ലവീവിലേക്ക്. 2000 മൈൽ അകലെന്ന് അയക്കുകയാണ്. ഇതാകെപ്പാടെ എത്ര മൈലുണ്ടോ, ഒരറ്റം മുതൽ മറ്റൊറ്റം മറ്റേ. ഒരു മിസൈലിന് നീണ്ടു നിവർന്നൊന്ന് പോകാൻ സ്ഥലമില്ല ഇസ്രായേൽ. അത്ര കൊച്ചു രാജ്യമാണ്. എന്നിട്ട് ഇവരുടെ ശത്രുക്കൾ ആരാ? റഷ്യ, ഇറാൻ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, അറബ് രാജ്യങ്ങൾ മുഴുവൻ അവരുടെ ശത്രുക്കളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിൻ്റെ ന്യായവും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. ഞാൻ ഒരു ശത്രുവായിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമല്ല. എൻ്റെ അത് വിഷയമില്ല. ഞാനൊരു യഹൂദനല്ല, ഞാനൊരു പലസ്തീനുമല്ല. എനിക്ക് ആ പാടെയുള്ള ബന്ധം എൻ്റെ കർത്താവിനോടും ബൈബിളിനോടും ഉള്ളൂ. സ്വത്രം അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഇസ്രായേലിനെ പൊക്കി പിടിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല, ഇസ്രായേലിനെ താഴ്ത്തിയിട്ടും എനിക്കൊന്നും ആരിൽ നിന്നും കിട്ടാനുമില്ല. ഞാനൊരു സത്യം പറയുകയാണ്. ഇസ്രായേൽ ഒരു സൈന്യമാകും എന്ന് പറയുമ്പോൾ അവനെ വലിയ സാമ്രാജ്യങ്ങൾ നോക്കിയിട്ട് പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നതെന്താ? കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആൾക്കാർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന സമയങ്ങളിൽ അവിടേക്ക് കയറി 12,000-ഓളം പേരെ കൊന്ന് അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരിൽ 100-200 പേരെ അടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ ഗുഹയിൽ ഇതാപ്പാട് 10 മൈലേ ഉള്ളൂ നീളമേ ഹമാസിന്റെ ആ ഗസയുടെ മേഖല എന്ന് പറയുന്നത്. ആ ഗസയിലാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന
നമ്മുടെ ആ ശിംശോന്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് പെലിസ് കൊത്തിപ്പൊട്ടിച്ചതൊക്കെ അവിടെയാണ്. അവരിന്നുമുണ്ട്, ആ ആൾക്കാർ ഇന്നുമുണ്ട്. അപ്പോൾ അവിടെ പക്ഷേ നൂറുകണക്കിന് മൈൽ വലിയ ടണലുകളാണ്. ആ ടണലുകളിൽ സിറിയ വഴി, ഈജിപ്റ്റ് വഴി, ഇറാൻ വഴി നൂറുകണക്കിന് ആയുധങ്ങൾ, ഇസ്രായേലിനെ കൊന്നുമുടിക്കാനുള്ള ആയുധങ്ങൾ നിരത്തി വെച്ചിട്ടാണ്. അതിന് തൊട്ടടുത്ത് സിറിയയില് ഇറാന്റെ ബാക്കപ്പോടുകൂടെ ആൾക്കാർ, തൊട്ടടുത്ത് ലെബനോനില് എല്ലാ സന്നാഹങ്ങളുമായി അതിന്റെ പുറകിൽ റഷ്യ. ഇവരുടെ എല്ലാം മുൻപിൽ ഈ ആനാവൂരിന് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ എത്ര വിസ്തൃതി ഉണ്ടോ അത്രയും വലുപ്പമില്ല ജിയോഗ്രഫിക്കലായിട്ട് ഇസ്രായേൽ. ആനാവൂരിന് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ എല്ലാ രാജ്യങ്ങളും കേരളത്തിലെ എല്ലാ പട്ടാളക്കാരും കൂടെ യുദ്ധം ചെയ്യാൻ വന്നിട്ട് അവർ പരാജയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അത് വട്ടായി തോന്നും, ഇല്ലേ? അതുപോലൊരു പ്രവചനം ഇത് ഇസ്രായേൽ സൈന്യമാകുമെന്ന്. ഇവരെല്ലാം 2000 മൈൽ അകലെ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ നിരന്തരമായി ചുറ്റും. ഈ 100 രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടും ഈ ചിഹ്നൻ രാജ്യത്തെ ഇതുവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തത് അവൻ സൈന്യമാണെന്ന് സമ്മതിച്ചോ? സമ്മതിക്കുകയല്ലേ? ഇല്ലേ? ഏത് ശത്രുവും സമ്മതിക്കുകയല്ലേ ഈ ഉണങ്ങിയ അസ്ഥി ഇപ്പോൾ സൈന്യമായെന്ന്? ഇല്ലേ? കാർഗിൽ യുദ്ധത്തെ ജയിപ്പിച്ചത് ഈ ഉണങ്ങിയ അസ്ഥികളല്ലേ ഇന്ത്യക്ക് ഇന്ന് അവർ ആയുധം തരുന്നെങ്കിൽ അവർ സൈന്യമായില്ലേ? ഇറാനിൽ കയറി ഹമാസിന്റെ നേതാവിനെ കൊല്ലണമെങ്കിൽ അവന് സൈന്യമുണ്ടോ? അവൻ ചെയ്തത് ശരിയോ തെറ്റോ ഒന്നല്ല എന്റെ വിഷയം. 2600 വർഷം മുൻപ് ചിതറിപ്പോയ ഇസ്രായേൽ മടങ്ങി വരുമെന്നും അവന്റെ സ്വന്തം ദേശത്ത് പാർക്കുമെന്നും അവനൊരു സൈന്യമായി തീരുമെന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ്, ആകാശം സൃഷ്ടിച്ച, ഭൂമി സൃഷ്ടിച്ച, സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ യഹോവയായ ദൈവം തന്റെ പ്രവാചകനായ എസെക്കിയേലിനോട് പറഞ്ഞതും തന്റെ പുസ്തകമായ ബൈബിളിൽ എഴുതി വെച്ചതുമായ പ്രവചനം നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിറവേറിയില്ലേ? കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് നിനക്ക് ആയുധമില്ലെങ്കിലും, ഇന്ന് നീ ചിതറപ്പെട്ടവനാണെങ്കിലും, ഇന്ന് നിനക്ക് രാജ്യമില്ലെങ്കിലും, ഇന്ന് നീ ശത്രുവിന്റെ കയ്യിലാണെങ്കിലും, നീ ഉണങ്ങിയവനാണെങ്കിലും, നീ ഒന്നുമില്ലാത്തവനാണെങ്കിലും, നീ ഒരു സൈന്യമായി തീരുമെന്ന് യഹോവ അരുളി ചെയ്താൽ അങ്ങനെ ആയിത്തീരുക തന്നെ ചെയ്യും. നീ ഇന്ന് എത്ര വലിയ സൈന്യമുള്ളവനാണെങ്കിലും, ആണവായുധമുള്ളവനാണെങ്കിലും, എത്രമാത്രം ധനികനാണെങ്കിലും, എത്രമാത്രം പട്ടാളമുള്ളവനാണെങ്കിലും നീ വിജയിക്കുകയില്ല എന്ന് എന്റെ ദൈവം പറഞ്ഞാൽ ഒരു ഞാഞ്ഞൂലിന്റെ മുൻപിൽ പോലും നീ ജയിക്കുകയില്ല എന്നുള്ള കാര്യവും നീ മറക്കരുത്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതെല്ലാം നിറവേറും. ഇതിനെക്കുറിച്ച് ദീർഘമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. പ്രവചനക്കണ്ണിലൂടെ ഇസ്രായേൽ എന്നുള്ളത് എൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹിസ്റ്ററിയും പ്രവചനവും പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പുസ്തകം പുറകെ കിട്ടും. അതുപോലെ തന്നെ ബൈബിൾ ഒരു ശാസ്ത്രീയ പഠനം. പല ആൾക്കാർക്കും ഒരു കാരണമുണ്ട്, അല്പം വിദ്യാഭ്യാസമുണ്ട്, ശാസ്ത്രം പഠിച്ചാൽ പിന്നെ ദൈവവിശ്വാസം ശരിയല്ലെന്ന്. ബൈബിൾ ഒരു ശാസ്ത്രീയ പഠനം. സ്വർഗമുണ്ടോ എങ്കിൽ ഇവിടെ, എൻ്റെ ആത്മകഥ തുടങ്ങിയ പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. അപ്പൊ ഇന്ന് ഈ പുസ്തകം വാങ്ങിക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഓരോ പുസ്തകത്തിനും 50 രൂപയുടെ വിലക്കുറവുണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ പേ വഴി എല്ലാം കൊടുക്കാം. ഇത് നിങ്ങൾ വായിക്കണം, പഠിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ വിശ്വാസം വളരെ സോളിഡാണ്, അന്ധവിശ്വാസികളല്ല നമ്മൾ. സ്തോത്രം.
പറഞ്ഞാൽ അതുപോലെ നിവർത്തിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ. കരമടിച്ച് ഇനി 38, 39 അധ്യായത്തിലേക്ക് പോയാൽ നമുക്കൊന്നും നിൽക്കാനൊക്കെയല്ല. പക്ഷെ നിങ്ങൾ ആ പുസ്തകം വായിച്ചു നോക്കുക. ഇത്രയും മിടുക്കനായ ഇസ്രായേൽ, ആയുധമുള്ള ഇസ്രായേൽ മുട്ടടിക്കുന്ന, വിറയ്ക്കുന്ന ഒരു മഹായുദ്ധം അവർക്കുണ്ടാകുമെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അത് എസെക്കിയേൽ 38, 39 അധ്യായങ്ങൾ രേഖപ്പെടുത്തി. ദൈവം അനുവദിക്കുകയാണെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ ഇസ്രായേൽ ആകുന്ന അത്തി തടുക്കുമ്പോൾ വേനലെടുക്കും. ഇവന്റെ മടങ്ങിവരവും ഇവൻ ശക്തമായതും നമ്മുടെ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. യേശു പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും തളർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു നിങ്ങൾ അറിയുന്നല്ലോ. ഇത് സംഭവിക്കുന്ന കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് തല ഉയർത്തുകയും. ഇസ്രായേലിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, യേശു വരാറായി, നമ്മുടെ കർത്താവ് വരാറായി. 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ ജനിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച്, ഊമരെ സംസാരിപ്പിച്ച്, ചെകിടരെ കേൾപ്പിച്ച്, മുടന്തരെ നടക്കുമാറാക്കി, മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ചാട്ടവാറുകളാൽ അടികളേറ്റ് മുൾമുടി ചൂടി മരക്കുരിശ് ചുമന്ന് മരക്കുരിശിൽ യാഗമായി അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ, കരമടിച്ച് ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്താൻ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇസ്രായേൽ മടങ്ങി വന്നതും അവൻ തളുത്തതും അവനൊരു സൈന്യമായതും നമുക്ക് അടയാളമാണ്. നമ്മുടെ കർത്താവ് വരാറായി, നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവ് വരാറായി, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് വരാറായി, നമ്മൾ പാടുന്ന കർത്താവ് വരാറായി, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് വരാറായി. നമ്മുടെ വേദന മാറാറായി, നമ്മുടെ ദുഃഖം മാറാറായി, നമ്മുടെ കച്ചതകൾ മാറാറായി, നമ്മുടെ ക്ഷീണങ്ങൾ മാറാറായി. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർക്കാൻ സമയമായി. ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടുവാൻ സമയമായി. നമ്മുടെ അരുമനാഥനെ എതിരേൽക്കുവാൻ സമയമായി. അതിനുവേണ്ടി നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടണം. സ്നാനപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്നാനപ്പെടണം. അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അഭിഷേകം പ്രാപിക്കണം. വേർപെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേർപെടണം. അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്യപ്പെടാം. അതിനുവേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതിനുവേണ്ടി ഒരുങ്ങണം. കരമടിച്ച് നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. അത് 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അത് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അത് 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. നീ വ്യഭിചാരം ചെയ്ത് നിങ്ങൾ തള്ളപ്പെടും, കള്ളം പറയും നിങ്ങൾ തള്ളപ്പെടും, അനീതിപരമായി പണം ഉണ്ടാക്കി നിങ്ങൾ തള്ളപ്പുറം, ഭാര്യയെ തല്ലും നിങ്ങൾ തള്ളപ്പെടും, ഭർത്താവിനെ തല്ലും നിങ്ങൾ തള്ളപ്പെടും. നീ അതിന് മാങ്ങുന്നവനെങ്കിൽ തള്ളപ്പെടും, നീ സഭയിൽ വഴക്കുണ്ടാക്കുന്നവനെങ്കിൽ നീ തള്ളപ്പെടും, രക്ഷിക്കപ്പെടാത്തവനെങ്കിൽ തള്ളപ്പെടും, സ്നാനപ്പെടാത്തവനെങ്കിൽ തള്ളപ്പെടും, അഭിഷേകം പ്രാപിക്കാത്തവനെങ്കിൽ തള്ളപ്പെടും. തള്ളപ്പെട്ടാൽ ഒരു നരകം മാത്രമേ ഉള്ളൂ. എന്നാൽ എടുക്കപ്പെട്ടാൽ മരണമില്ലാത്തൊരു ശരീരം, രോഗമില്ലാത്തൊരു ശരീരം, കർത്താവിന്റെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്ക് യുഗായുഗമായി അവനോടൊപ്പം വാഴാം. ഭാഗ്യവശാൽ നാം ഇതുവരെയും മരിച്ചുമില്ല, കർത്താവ് ഇതുവരെയും വന്നുമില്ല. അതിന്റെ അർത്ഥം നമുക്കൊരുങ്ങാൻ ഇപ്പോൾ സമയമുണ്ട്. നമുക്കൊരുങ്ങാൻ ഇപ്പോൾ, കർത്താവ് ഇന്നലെ വന്നിരുന്നെങ്കിൽ, അല്ല ഇന്ന് നമ്മൾ മരിച്ചിരുന്നെങ്കിൽ നമുക്കൊരുങ്ങാൻ സമയം കാണാതെ പോകുമായിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെയും മരിച്ചില്ല, കർത്താവ് ഇതുവരെയും വന്നുമില്ല. ഒരുങ്ങാൻ സമയമുണ്ട്.
വിശുദ്ധരെ ചേർക്കാനാണ് കർത്താവ് വരാൻ പോകുന്നത്. ദൈവവചനപ്രകാരം കർത്താവിന്റെ വരവിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെന്ന് കരമുയർത്തിക്ക്. പതുക്കെ പറഞ്ഞാലും ആർക്കും ആഗ്രഹമില്ലാത്ത, പക്ഷെ ദൈവം ആവശ്യപ്പെടുന്ന വചനപ്രകാരം കർത്താവിന്റെ വരവിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ 2 കരമൊന്ന് ഉയർത്തിക്കുക. ആ ഉയർത്തപ്പെട്ട കരവുമായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് പകലിനെ കേൾക്കുന്നവർക്കും സമർപ്പിക്കാം. നിങ്ങളുടെ വീട്ടിൽ, വണ്ടിക്കടുത്ത്, മരിച്ച വീട്ടില്, കടയുടെ മുൻപില് നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഇതെല്ലാം കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. താവേ, നിന്റെ വരവിൽ പോകാൻ എനിക്കിടയാകണമെന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരാം. എൻ്റെ കർത്താവായ ദൈവമേ എന്ന് പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവായ ദൈവമേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണേ, എൻ്റെ കുറവുകളെല്ലാം ക്ഷമിക്കണേ. അങ്ങയുടെ വരവിൽ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ അങ്ങയുടെ വചനം ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചോ. എന്നാൽ ബൈബിൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഒരുങ്ങണം. ഈ പ്രസംഗിക്കുന്ന ഞാനും പോണെങ്കിൽ ഒരുങ്ങണം. ഞാനും സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ വചനമൊക്കെ പറയാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ബലം എന്ന് പറയുന്നത് ഈ കർത്താവ് തരുന്ന ബലമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾ ഇവിടെ ഈ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആൾക്കാരെ വിടുകയാണ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഈ മേഖലകളിലേക്കൊക്കെ വരുന്നത്. കാരണം ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ 1 മിനിറ്റോ 2 മിനിറ്റോ 1 സെക്കൻഡോ ദൈവം തരുന്ന പോലെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഈ സത്യം ജനത്തോട്, പിന്നെ ഞങ്ങൾ വചനം അങ്ങ് തുറന്ന് പറഞ്ഞോളാം, ഒട്ടും മറയ്ക്കാതെ പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ പ്രവാചകന്റെ പ്രതിഫലം പ്രവാചകനെ സ്വീകരിക്കുന്നതിന് ദൈവം കൊടുക്കും. അപ്പം നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ദൈവം തരും. കർത്താവ് ജീവിതങ്ങളെ രൂപാന്തരം. അങ്ങനെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരൊന്നും കരമത്തി പിടിക്കാമോ? ഞാനൊന്ന് നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ അഭിഷിക്തന്മാർക്കായി സ്തോത്രം, ഉള്ള സഭയ്ക്കായി സ്തോത്രം, ഈ കൊയറിനായി സ്തോത്രം, ഈ മക്കൾക്കായി സ്തോത്രം, പ്രാർത്ഥിക്കാൻ സമർപ്പിച്ച ഈ മക്കൾക്കായി സ്തോത്രം. ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അങ്ങയുടെ വരവിൽ ഞങ്ങളെല്ലാം ഉണ്ടാകുവാൻ ഇടയാക്കണമേ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ സാമ്പത്തിക ആത്മീക മേഖലകളിൽ എവിടെയെങ്കിലും ഉണങ്ങിയോ ബന്ധപ്പെട്ടോ ജീവനില്ലാതെയോ കിടക്കുന്ന മേഖലകളെല്ലാം അന്ന് ജീവൻ പ്രാപിക്കുന്നത് കാണാൻ നിന്റെ മക്കൾക്ക് ഇടയാകണം. നിന്റെ സാക്ഷ്യം കേൾക്കാൻ ഞങ്ങൾക്കും ഇടയാക്കണമേ. ഞങ്ങൾ എസെക്കിയേലിനെ പോലെ നിന്റെ വചനവുമായി ഇവരുടെ ഇടയിൽ ചുറ്റി നടന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഒന്നുകൂടെ ദൈവം അനുഗ്രഹിക്കും.